ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് വാർത്തയിൽ പൊളിറ്റിക്കൽ ഫ്രിക്ഷണൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ദെൻ നമ്മളുടെ UPSC റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ന്യൂസാണ്. കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് രണ്ട് ആരോപണങ്ങൾ കാരണം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഒന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, രണ്ട് ഫോഴ്സബിൾ റിലീജിയസ് കൺവേർഷൻസ്. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എവിടെ വെച്ചിട്ടാണ്? ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്നും അതിൽ റിലീജിയസ് ഫ്രീഡം എന്താണ്, ദെൻ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് എന്നുള്ളതെല്ലാം നോക്കാനുണ്ട്. ഇപ്പോൾ ഫോഴ്സിബിൾ കൺവേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആന്റി കൺവേർഷൻസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കി പോകാം ഡീറ്റെയിൽ ആയിട്ട്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 3 അല്ലെങ്കിൽ തേർഡ് ചാപ്റ്ററിലാണ്, തേർഡ് സെഷനിലാണ് എന്ത് വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണോ? ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. എന്താണ് ഇതിനെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് ഒന്ന് നമ്മുടെ ഫണ്ടമെന്റൽ ഹ്യൂമൻസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റൈറ്റുകളാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ മുന്നത്തെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നാച്ചുറൽ റൈറ്റുകളും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് ഉണ്ടാകേണ്ട അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ അത് മാത്രമല്ല, ഫണ്ടമെന്റൽ ലോ ഓഫ് ലാൻഡ് വിച്ച് ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവകാശങ്ങൾ കൂടിയാണ്. അങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. US-ലാണെങ്കിൽ ഇത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. USA-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. എന്താണ് ഇതിന്റെ മെയിൻ ഉത്തരവാദിത്വം? അവകാശങ്ങൾ, സാധാരണക്കാർക്ക് അവകാശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. എന്താണ് ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽസ് ചാപ്റ്റർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് അക്കമിട്ടവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എന്താണ് ലിമിറ്റിംഗ് ദ പവർ? അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സിറ്റിസൺസിനും പേഴ്സൺസിനും കൊടുക്കുകയാണ്. പക്ഷേ ഇതിന്റെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ ലിമിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 14 എങ്ങനെയാ തുടങ്ങുന്നത്? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. അപ്പോൾ അതിന്റെ തുടക്കം എങ്ങനെയാണ്? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ. സ്റ്റേറ്റ് ഒരിക്കലും ഡിനൈ ചെയ്യരുത്, സ്റ്റേറ്റെ നിങ്ങൾ ഡിനൈ ചെയ്യരുത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യമെന്നോ സംസ്ഥാനമെന്നോ മാത്രമല്ല, അത് ഒരു രാജ്യത്തിന്റെ അകത്ത് വരുന്ന എല്ലാ എൻറ്റിറ്റീസിനെയും, ഗവൺമെന്റ് എൻറ്റിറ്റീസിനെയും സ്റ്റേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റേറ്റിനോട് പറയുന്നത് എന്താണ്? ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ സ്റ്റേറ്റിനോട് പറയുന്നത് എന്താണ്? സ്റ്റേറ്റെ നിങ്ങൾ ഡിനൈ ചെയ്യരുത്. സോ അങ്ങനെ സ്റ്റേറ്റിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ദെൻ പൊളിറ്റിക്കൽ ഡെമോക്രസി പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. ഒരു മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് പ്രിലിംസിൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടെസ്റ്റ് സീരീസുകളിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ടെസ്റ്റ് സീരീസുകളിൽ ചോദിച്ചിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എൻഷുർ ചെയ്യുക. പൊളിറ്റിക്കൽ ഡെമോക്രസി, ദെൻ ലിമിറ്റിംഗ് ദ പവർ, ദെൻ എസ്റ്റാബ്ലിഷിംഗ് ദ റൂൾ ഓഫ് ലോ. അതായത് ഒരു നിയമവാഴ്ച മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിച്ചു പോകുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ചിന്തിച്ചു പോകുന്നത് എന്താണ്?
അതായത് സാധാരണ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശം എന്നുള്ളത് മാത്രമാണ്. പക്ഷെ UPSC പഠിച്ചു കഴിഞ്ഞ ആള് ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഒന്ന് എലാബറേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ്? ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. ഫസ്റ്റ് പോയിന്റ് ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതായിരിക്കണം. ദെൻ പൊളിറ്റിക്കൽ ഡെമോക്രസി ചോദ്യമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ലക്ഷ്മികാന്തിന്റെ ഈ തുടക്കം ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുകളിൽ നിന്നൊക്കെ ഒരുപാട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി. ഫണ്ടമെന്റൽ റൈറ്റ്സ് പർപ്പസ് എന്താണെന്ന് ചോദിച്ചത് പൊളിറ്റിക്കൽ ഡെമോക്രസി, ദെൻ ഇക്വാലിറ്റി, അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഏതാണ് ചൂസ് ഔട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിക്ക് ചെയ്യേണ്ടത് ഏതാണ്? പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷിംഗ് ദ റൂൾ ഓഫ് ലോ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിനെ മൊത്തമായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യുകയല്ല ഈ ഒരു ഡിസ്കഷനിൽ ചെയ്യുന്നത്. പകരം രണ്ട് ഫണ്ടമെന്റൽ റൈറ്റുകൾ, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റിലീജിയസ് ഫ്രീഡം, ഇങ്ങനെയുള്ള രണ്ട് റൈറ്റിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കണം. അതായത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ അവിടെ 7 ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു. റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത്. ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ദെൻ അൺടച്ചബിലിറ്റി ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 17, 18. അങ്ങനെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, സമത്വത്തിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്. ദെൻ റൈറ്റ് ടു ഫ്രീഡം, നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 മാത്രമാണോ റൈറ്റ് ടു ഫ്രീഡം പറയുന്നത്? അല്ല, ആർട്ടിക്കിൾ 19, 20, 21, 22. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 21A. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 21A. 21A എന്തിൽ വരും? നമ്മളുടെ റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അണ്ടറിൽ വരും. ഓക്കെ, ദെൻ മൂന്നാമത്തത് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ദെൻ നാലാമത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ദെൻ റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാനായിട്ടുള്ള അവകാശമുണ്ട്, സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശവും നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതില് റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 300 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. എന്ത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഭൂമി കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥിതിയിലല്ല നമ്മൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ സാധാരണ ഭൂമി ഇല്ലാത്ത ഒരാൾക്ക് കോടതിയിലേക്ക് പോകാം, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, എനിക്ക് ഭൂമി തരണം എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ത്യയിലെ 150 കോടിയുള്ള ആളുകൾക്കും നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റില്ല? ഭൂമി കൊടുക്കാനായിട്ടുള്ള ഒരു സമ്പദ്സ്ഥിതിയിൽ ഇന്ത്യ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്താണ് എന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് നമ്മൾ നോക്കി. നമ്മൾ പറഞ്ഞു ഇപ്പൊ കറന്റ് 6 ഫണ്ടമെന്റൽ റൈറ്റുകൾ നമുക്കുണ്ട്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ എടുത്തു മാറ്റി. ദെൻ നമ്മൾ എന്തിലേക്കാണ് വരുന്നത്? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? ആർട്ടിക്കിൾ 23, 24. ആർട്ടിക്കിൾ 23 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലേബർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഈ ആർട്ടിക്കിൾ 23 എന്ന് പറഞ്ഞാൽ. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ദെൻ എന്താണ്? ഫോഴ്സ്ഡ് ലേബർ, ബേഗാർ എന്ന് പറയുന്ന ഫോഴ്സ്ഡ് ലേബർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? പണിഷബിൾ ആണ് എന്ന് പറയുന്നു. അത് പ്രൊഹിബിറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ രണ്ട് കന്യാസ്ത്രീകളെയും സിസ്റ്റേഴ്സിനെയും എന്തിന്റെ ബേസിസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അവർക്ക് ജാമ്യം കിട്ടി എന്ന് തോന്നുന്നു. സോ ഇങ്ങനെ ഈ രണ്ട് കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അപ്പൊ അത് ഏത് ഫണ്ടമെന്റൽ റൈറ്റിന് എതിരായിട്ടുള്ള കാര്യമാണ്? അത് ആർട്ടിക്കിൾ 23ക്ക് എതിരായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ദെൻ ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലേബറിനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൈൽഡ് ലേബറിനെ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൊഹിബിറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 years ഇൻ ഫാക്ടറീസ്, മൈൻസ് ആൻഡ് അതർ ഹസാർഡസ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 14 വയസ്സിൽ താഴെയുള്ള ആളുകളെ
ഫാക്ടറീസിലും മൈൻസിലും അതർ ഹസാഡസ് ആക്ടിവിറ്റീസിലും വർക്ക് ചെയ്യിപ്പിക്കരുത് എന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 14 വയസ്സിൽ താഴെയുള്ള ഒരാളെ ഹസാഡസ് അല്ലാത്ത, ഫാക്ടറി അല്ലാത്ത, മൈനുകൾ അല്ലാത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അങ്ങനെ ഉള്ള ഒരു വർക്കിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, പക്ഷേ ഹസാഡസ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ ഫാക്ടറീസിന്, മൈൻസ് അങ്ങനെയുള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യിക്കരുത്. ദെൻ ഇന്നസെൻസ് വർക്കിനെ അത് ലിമിറ്റ് ചെയ്യുന്നില്ല. അതായത് ഇന്നസെൻസ്, ഇപ്പോ എന്റെ വീട്ടിൽ, എന്റെ വീടിനോട് അടുത്ത് ചേർന്നിട്ടൊരു കടയുണ്ട്. ആ കടയിൽ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ടോ അങ്ങനെയൊക്കെ നിൽക്കുന്നെങ്കിൽ അതൊരു എന്തായിട്ട് വരില്ല, ഒരു ഇന്നസെൻസ് വർക്കായിട്ട് മാത്രമേ നമ്മൾ അതിനെ കണക്കാക്കുകയുള്ളൂ. ഓക്കെ, സോ ഒരു കാർഡ് അടച്ചിട്ടുള്ള ഒരു പണിഷ്മെന്റ് അല്ല, അല്ലെങ്കിൽ കാർഡ് അടച്ചിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ അല്ല ആർട്ടിക്കിൾ 24 പറയുന്നത്. എന്താണ്? ഹസാഡസ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ കൺസെൻസസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കോറീസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രലോഭനം അല്ലെങ്കിൽ ഒരു പ്രഷറിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ആർട്ടിക്കിൾ 24 പ്രകാരം എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ദെൻ ദ വെരി ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ, ഇന്നത്തെ ന്യൂസിലെ വെരി ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. എന്താണ്? നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതം പ്രൊപ്പഗേറ്റ് ചെയ്യുവാനായിട്ടുമുള്ള അധികാരമുണ്ട്. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 25 പറയുന്നത്. ആർട്ടിക്കിൾ 25 says that all persons are equally entitled to freedom of conscience and the right to freely profess, practice and propagate religion. 4 കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ആർട്ടിക്കിൾ 25 നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ ദ റൈറ്റ് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ടു ഓൾ പേഴ്സൺസ്. ആർക്കൊക്കെയാണ്? ടു ഓൾ പേഴ്സൺസ്. പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺസിന് മാത്രമല്ല, പേഴ്സൺസിന്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം പഠിക്കുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റുകളിൽ ചിലത് സിറ്റിസൺസിന് മാത്രം. സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് വോട്ടവകാശമുള്ള, അല്ലെങ്കിൽ രാജ്യത്ത് സ്ഥിരതാമസമായിട്ട് സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന റൈറ്റുകളുണ്ട്. രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശം. ദെൻ എല്ലാ ആളുകൾക്കും, എല്ലാ പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഇൻഡിവിജ്വൽ, അദ്ദേഹം ഒരു പേഴ്സൺ അല്ലേ. ദെൻ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അങ്ങനെയുള്ള കമ്പനീസിനെ ഒരു പേഴ്സൺ ആയിട്ട് കണക്കാക്കും. ദെൻ ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റ്, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടും? ഈ പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്ത് കിട്ടും? ഒരു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു എഡ്ജ് കിട്ടും. സോ പേഴ്സൺസ് എന്ന് പറയാൻ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ദെൻ സിറ്റിസൺ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതൊന്നും നോക്കി പോകണം. ഏതാണ് പേഴ്സൺ സ്പെസിഫിക് ആയിട്ട്? നമുക്ക് സിറ്റിസൺ സ്പെസിഫിക് ആയിട്ടുള്ളത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. ആർട്ടിക്കിൾ 15, 16. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16. 15 എന്താ പറയുന്നത്? ഇക്വാലിറ്റിനെ കുറിച്ചിട്ടാണ്. 16 ഇക്വാലിറ്റിനെ കുറിച്ചിട്ടാണ്. ജോബ് കൊടുക്കുമ്പോൾ റിസർവേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്? 15ലും 16ലുമാണ്. 15 പെർട്ടിക്കുലർലി ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നു. ദെൻ പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ആർക്ക്? നമ്മളുടെ ജോബ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പബ്ലിക് എംപ്ലോയ്മെന്റ് കാര്യത്തിൽ ഇക്വാലിറ്റി പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 16ലാണ്. അപ്പൊ അത് ചിന്തിച്ചു നോക്കി, എല്ലാ പേഴ്സൺസിനും അങ്ങനെ ജോബ് കൊടുക്കാനായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ സിറ്റിസൺസ് ആക്കി 15, 16. ദെൻ ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അണ്ടറിൽ വരുന്ന 6 റൈറ്റുകൾ വരുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ദെൻ ഒരുമിച്ച് കൂടാനായിട്ടുള്ള അവകാശം, ഫ്രീലി മൂവ് ത്രൂ ദ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ, രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും ഫ്രീലി ട്രാവൽ ചെയ്യാനായിട്ടുള്ള അധികാരം. അങ്ങനെയുള്ള അധികാരങ്ങൾ ആർട്ടിക്കിൾ 19 പറയുന്ന അധികാരങ്ങൾ ആർക്ക് മാത്രമേ ഉള്ളൂ? സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത അധികാരം ഏതൊക്കെയാണ്? 19 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 29 ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഇങ്ങനെ 2, 4, 5 ഈ 5 റൈറ്റുകളാണ് ആർക്കുള്ളത്? സിറ്റിസൺ സ്പെസിഫിക് ആയിട്ട് പറയുന്ന റൈറ്റുകൾ. ബാക്കി എല്ലാ റൈറ്റുകളും എന്താണ്? പേഴ്സൺ സ്പെസിഫിക് ആയിട്ട് പറയുന്ന റൈറ്റുകളാണ്. ഓക്കെ ആണോ? സോ സിറ്റിസൺ സ്പെസിഫിക്, പേഴ്സൺ സ്പെസിഫിക്. സിറ്റിസൺ സ്പെസിഫിക്കിൽ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16. ദെൻ 19ലേക്ക് വരും. 19 കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു 9 ഉള്ളത് 29, 30. ഇങ്ങനെ 5 ആർട്ടിക്കിളുകളാണ് എങ്ങനെ സിറ്റിസൺ സ്പെസിഫിക്കിന് റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാ ആർട്ടിക്കിളുകളും പേഴ്സൺ സ്പെസിഫിക് ആണ്. ആർട്ടിക്കിൾ 25 പേഴ്സൺ സ്പെസിഫിക് ആണ്. എന്താണ് പറയുന്നത്?
Article 25 say that all persons are equally entitled to freedom of conscience. എന്താണ് ഈ ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിച്ച് മീൻസ് inner freedom to mold one's relation with God or creatures in whatever way they desire. അതായത് എനിക്ക് തോന്നുകയാണ് ഈ പേനയിൽ ഒരു ദൈവമുണ്ട്, ഈ പേനയിൽ ഒരു പേന ദൈവമുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ ഒരു പേനയെ ആരാധിക്കാനായിട്ടുള്ള അവകാശമുണ്ടോ? ഡെഫിനറ്റ്ലി അവകാശമുണ്ട്. ദെൻ എനിക്ക് ഇതിന് ഇഷ്ടമുള്ള രീതിയിൽ എനിക്കിതിനെ ആരാധിക്കാനായിട്ടും ഇതുമായിട്ടൊരു റിലേഷൻ, ഈ പേനയിലിരിക്കുന്ന ദൈവത്തെ എനിക്ക് ആരാധിക്കാനായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിലേഷൻസ് കീപ്പ് ചെയ്യാനായിട്ടും പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനുള്ളൊരു ഫ്രീഡം എൻ്റെ ദൈവത്തെ എനിക്ക് തീരുമാനിക്കാനായിട്ടും അതുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള അവകാശത്തെയാണ് എന്ത് പറയുന്നത്? ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ടു പ്രൊഫസ്, എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ റിലീജിയൻ മറ്റുള്ളവർക്ക് പ്രൊഫസ് ചെയ്യാനായിട്ട് ഉള്ള അവകാശം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള അവകാശം. റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ഫെയ്ത്ത് ഓപ്പൺലി ആൻഡ് ഫ്രീലി പ്രൊഫസ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ദെൻ റൈറ്റ് ടു പ്രാക്ടീസ്, എൻ്റെ മതത്തിൽ വിശ്വസിക്കാനായിട്ടും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാക്ടീസ് ചെയ്യാനായിട്ടുമുള്ള റൈറ്റ് ഉണ്ട്. ദെൻ റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ, റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, എൻ്റെ മതം പ്രചരിപ്പിക്കുവാനായിട്ടുള്ള അവകാശം. എൻ്റെ റിലീജിയൻ, ഞാൻ വിശ്വസിക്കുന്ന മതം, എൻ്റെ പേനയിലുള്ള ദൈവം, ഈ പേനയിലുള്ള ദൈവം മറ്റൊരാൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം, ഇന്ന ഒരു പേനയിൽ, ലെക്സിയുടെ പേനയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേനയിൽ ഒരു ദൈവമുണ്ട്, നിങ്ങൾ രാവിലെ വന്ന് ഈ ദൈവത്തെ ആരാധിക്കണം എന്ന് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്യാം എൻ്റെ റിലീജിയൻ. പക്ഷേ ഈ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ എന്ന് അർത്ഥമില്ല. പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന കാര്യം കൺവേർഷൻസ് എന്ന് അർത്ഥമില്ല. ഓക്കെ ആണോ? സോ കൺവേർഷൻ എന്നൊരു അർത്ഥം ഈ പ്രൊപ്പഗേറ്റിനില്ല, അല്ലെങ്കിൽ കൺവേർഷനെ നമ്മൾ, ഫോഴ്സിബിൾ കൺവേർഷനെ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണോ? എന്താണ് 25 പറയുന്നത്? 25 എല്ലാ പേഴ്സൺസിനും എന്തിനുള്ള അവകാശം? ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. 3 കാര്യങ്ങൾ: പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. പ്രൊപ്പഗേറ്റിന്റെ എക്സംഷൻസ് എന്താണ്? പ്രൊപ്പഗേറ്റിന്റെ എക്സംഷൻസ് ആണ് റിലീജിയസ് കൺവേർഷൻസ്. അതായത് നിങ്ങൾക്ക് മതം മാറ്റാനായിട്ടുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അതൊരു എക്സെപ്ഷൻ മാത്രമാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ നാളെ തുടങ്ങി ഇന്ന മതത്തിലേക്ക് മാറിക്കൊള്ളണം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ ആണോ? ദെൻ ഇതൊരു അബ്സല്യൂട്ട് റൈറ്റ് ആണോ? ഈ ആർട്ടിക്കിൾ 25 റിലീജിയസ് ഫ്രീഡം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണോ? അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം വന്നു കഴിഞ്ഞാലും ഇതിൽ എക്സെപ്ഷൻസ് ഇല്ല, എല്ലാത്തിലും ഇത് ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളതിനാണ് അബ്സല്യൂട്ട്, ഫുള്ളി. അബ്സല്യൂട്ട് റൈറ്റ് ആണോ? അബ്സല്യൂട്ട് റൈറ്റ് അല്ല. ഇതിനും ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും തന്നെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല, എല്ലാത്തിനും ലിമിറ്റേഷനുകളും എക്സെപ്ഷനുകളും ഉണ്ട്. ഓക്കെ, ഇനി ഫ്രീഡം ഓഫ് റിലീജിയന്റെ എക്സെപ്ഷനുകൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, അതായത് നിങ്ങൾക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു ഫ്രീ കൺസൈൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻസ് മെയ്ഡ് ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ളത് പബ്ലിക് ഓർഡറിന് എതിരാവാനായിട്ട് പാടില്ല. പബ്ലിക് ഓർഡറിന് എതിരാവാൻ പാടില്ല, മൊറാലിറ്റിക്ക് എതിരാവാൻ പാടില്ല, പബ്ലിക് ഹെൽത്തിനെതിരാവാനായിട്ട് പാടില്ല. ഞാൻ ഈ പേനയുമായിട്ട്, എൻ്റെ ദൈവമായിട്ടുള്ള പേന ദൈവവുമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദെൻ ഞാനൊരു പ്രസ്താവന ഇറക്കുകയാണ്, എന്താണ്, പേന ദൈവത്തെ വിശ്വസിക്കാത്തവരെല്ലാവരും പേന കൊണ്ട് തന്നെ കുത്തിച്ചാവും എന്നൊരു പ്രസ്താവന ഞാൻ ഇറക്കി. സോ അത് പബ്ലിക് ഓർഡറിന് എതിരല്ലേ? പബ്ലിക് ഹെൽത്തിനെതിരല്ലേ? ദെൻ മൊറാലിറ്റി. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 4ാമത്തത്, അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ്. അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ്. മറ്റ് ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രൊവിഷൻസിനെ ഈ മതം എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ലിമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ഫേമസ് എക്സാമ്പിൾ പറയാമോ? ഏതെങ്കിലും ഒരു ഫേമസ് എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും, ഞാൻ പറയാം. സുപ്രീം കോടതിയിൽ കേരളത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഒരു കേസ് നടന്നു. കേസിന്റെ പേര് ഇങ്ങനെയാണ്, യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു കേസാണ് നടന്നത്.
ഫേമസ്ലി നോൺ as ശബരിമല ജഡ്ജ്മെന്റ്. നമ്മൾ 2018-ലോ 2019-ലോ ഉണ്ടായിരുന്ന ശബരിമല പ്രക്ഷോഭം അല്ലെങ്കിൽ ശബരിമല കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ശബരിമല കേസ്. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. യങ് ലോയേഴ്സ് അസോസിയേഷൻ ആണ് ഈ ഒരു കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആ കേസിന് പേര് വന്നിരിക്കുന്നത്. യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഫേമസ്ലി നോൺ ആസ് ദ ശബരിമല കേസ്. ശബരിമല കേസിൽ എന്തായിരുന്നു പ്രശ്നം? ശബരിമല കേസിൽ സ്ത്രീകൾ കയറണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നല്ലോ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അവിടെ കോടതി ഏത് പ്രൊവിഷനാണ് യൂസ് ചെയ്തത്? അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്, വിച്ച് മീൻസ് സ്ത്രീകളുടെ റൈറ്റ് ടു ഇക്വാലിറ്റിയെ, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിൾ വരും? ഏത് ഫണ്ടമെന്റൽ റൈറ്റ് വരും? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14-ന് എതിരായിട്ടുള്ള ഒരു ലംഘനമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ശബരിമലയിൽ സ്ത്രീകൾക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളൊരു നിലപാട് കോടതി എടുക്കുകയും ചെയ്തു. സോ അവസാനത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ, അവസാനത്തെ പോയിന്റിന്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ദെൻ വീണ്ടും നമുക്കൊന്ന് തിരിച്ചു വരാം. ഏതൊക്കെയാണ് എക്സംഷനുകൾ വരുന്നത്? പബ്ലിക് മൊറാലിറ്റിക്ക് എതിരാവാൻ പാടില്ല, പബ്ലിക് ഓർഡറിന് എതിരാവാൻ പാടില്ല, പബ്ലിക് ഹെൽത്തിന് എതിരാവാൻ പാടില്ല. ദെൻ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണ് കേസ്? ലോ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 25 കൃത്യമായിട്ട് മനസ്സിലായല്ലോ, ഒരു സംശയമില്ലല്ലോ. എന്താണ് ആർട്ടിക്കിൾ 25? പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. ദെൻ എക്സെപ്ഷനുകൾ, 4 എക്സെപ്ഷനുകൾ. റൈറ്റ് ടു കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു കൺവേർഷൻസ് എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കും നൽകിയിട്ടില്ല. ദെൻ ആർട്ടിക്കിൾ 26 നമ്മൾ വരികയാണ്. ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് റിലീജിയസ് ഡിനോമിനേഷനുകൾക്കും റിലീജിയസ് സെക്റ്റുകൾക്കും, റിലീജിയസ് ഡിനോമിനേഷനുകൾക്കും റിലീജിയസ് സെക്റ്റുകൾക്കും അവർക്ക് റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും അത് നടത്തുവാനായിട്ടുമുള്ള അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ കേരളത്തില് എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടല്ലോ. ഇപ്പോ SNDP-യുടെ കീഴിൽ വരുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. ദെൻ ക്രിസ്ത്യൻ സഭകളുടെ കീഴിൽ വരുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. സോ അങ്ങനെയുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും നടത്തുവാനായിട്ടുള്ള അധികാരം, മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ ഇതെല്ലാം. സോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നടത്താനായിട്ടുള്ള അധികാരം എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 26 പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അവരുടെ റിലീജിയസ്, അതായത് ഇങ്ങനെ ഒരു ഡിനോമിനേഷൻ അല്ലെങ്കിൽ സെക്റ്റുകൾക്ക് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനായിട്ടും അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ, ഓൺ ആൻഡ് അഡ്മിനിസ്റ്റർ, അതാണ് ഇവിടെ പറയുന്നത്. റിലീജിയസ് സെക്റ്റുകൾക്കും റിലീജിയസ് ഡിനോമിനേഷനുകൾക്കും, ഒരു മതത്തിനല്ല, മതത്തിലെ റിലീജിയസ് ഡിനോമിനേഷനും സെക്റ്റുകൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അധികാരമുള്ളത്. ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ അങ്ങനെയുള്ള സെക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിലൊരു നിങ്ങൾക്ക് ഒരു സംശയം വരാം, എന്താണ് ഈ സെക്ട് അല്ലെങ്കിൽ എന്താണ് ഡിനോമിനേഷൻ? അതിന് കോടതികൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കോടതികൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പേര്, കൃത്യമായിട്ടുള്ള ഒരു പേര് വേണം. എന്ത് വേണം? കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പേര് വേണം. ദെൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡോക്ട്രൈൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിയമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതത്തിൽപ്പെടുന്നവരാണ്? ഹിന്ദു മതത്തിൽപ്പെടുന്നവരാണല്ലോ. ഹിന്ദു മതത്തിൽപ്പെടുന്നവരാണ് രാമകൃഷ്ണ മിഷന്റെ അണ്ടറിൽ വരുന്നത്. രാമകൃഷ്ണ മിഷന് ഒരു പ്രത്യേകമായിട്ടൊരു പേരുണ്ട്. ദെൻ പ്രത്യേകമായിട്ടുള്ള ഡോക്ട്രൈൻസ് ഉണ്ട്, പ്രത്യേകമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് സെക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റിലീജിയസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഭാഗത്തെയാണ് സെക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാം, മാനേജ് ചെയ്യാം, അഡ്മിനിസ്റ്റർ ചെയ്യാം, ഓൺ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവകാശമാണ് കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 26 പ്രകാരം. സോ ആർട്ടിക്കിൾ 25-ഉം 26-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഇൻഡിവിജ്വൽസിന് റൈറ്റ് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് റൈറ്റ് കൊടുക്കുന്നത്? പ്രൊഫസ്,
പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന 3 റൈറ്റുകൾ അവിടെ കൊടുക്കുകയാണ്. ദെൻ ഫ്രീഡം ഓഫ് കൺസൈൻസ്. ദെൻ 26ലേക്ക് വരുമ്പോൾ അതൊരു കളക്റ്റീവ് റൈറ്റ് ആണ്. കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് സെക്റ്റുകൾക്ക് ആൻഡ് ഡിനോമിനേഷനുകൾക്ക് കൊടുക്കുന്ന ഒരു കളക്റ്റീവ് റൈറ്റിനെയാണ് ആർട്ടിക്കിൾ 26 അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു കേസ് ലോ പറഞ്ഞല്ലോ. ഏതാ കേസ് ലോ? ദ യങ് ലോയേഴ്സ് അസോസിയേഷൻ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്, അല്ലെങ്കിൽ ഫേമസ്ലി നോൺ ആസ് ദ ശബരിമല കേസ്. ഈ ശബരിമല കേസ് നടക്കുന്ന സമയത്ത് ദ അയ്യപ്പ ഡിവോട്ടീസിനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ കേസിന് ആസ്പദമായിട്ട് കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദങ്ങൾ നയിക്കുകയാണ്. അപ്പോ അവരുടെ ലോയിൽ പറഞ്ഞു ദ അയ്യപ്പ ഡിവോട്ടീസ് ആർ ദ സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം. അതെന്തിനാ അങ്ങനെ പറഞ്ഞു? അയ്യപ്പ ഡിവോട്ടീസ് ആർ ദ സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം. ഞങ്ങൾ അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയനിലെ ഒരു പെർട്ടിക്കുലർ ഡിനോമിനേഷനും ഒരു സബ്സെക്റ്റുമാണ് എന്ന് ഒരു വാദം മാത്രമാണ് കേട്ടോ, അതൊരു വിധിയായിട്ട് വന്നില്ല. വാദം എവിടെ ഉന്നയിച്ചു? കോടതിയിൽ നമ്മളുടെ ഈ ശബരിമല കേസിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഞാനിവിടെ പറയാം. അതായത് ആർട്ടിക്കിൾ 26ന്റെ എക്സെപ്ഷൻ. ആർട്ടിക്കിൾ 26ന്റെ എക്സെപ്ഷൻ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 25ന്റെ എക്സെപ്ഷൻ എന്താണ്? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. ദെൻ 4ാമത് അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, പക്ഷേ ആർട്ടിക്കിൾ 26ന്റെ എക്സെപ്ഷനിൽ ഈ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതില്ല. 3 കാര്യങ്ങൾ മാത്രം. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ആർട്ടിക്കിൾ 26 പ്രകാരം ലിമിറ്റ് ചെയ്യുന്നത്. അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് എവിടെയില്ല? ആർട്ടിക്കിൾ 24ന്റെ അണ്ടറിലുള്ള എക്സംഷൻ ആയിട്ട് കണക്കാക്കിയിട്ടില്ല. സോ നമ്മളുടെ ശബരിമല ജഡ്ജ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ നിയമത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളല്ല, ശബരിമല കേസ് നടക്കുന്ന ആ വക്കീല് പറഞ്ഞു ദ അയ്യപ്പ ഡിവോട്ടീസ് ഓഫ് ദ കേരള ഈസ് എ സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം ഓർ എ ഡിനോമിനേഷൻ സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം എന്ന് പറഞ്ഞു. കോടതി അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറയുന്നത് ഒരു സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം ആണ്. ഹിന്ദുയിസത്തിന്റെ ഒരു ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഒരു സബ്സെക്ട് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ എന്തിനാ പറഞ്ഞേ? കാരണം ഈ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന സാധനം ആർട്ടിക്കിൾ 26 ഇല്ല. അപ്പോൾ ആ ഒരു സാധനം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് പുറത്തേക്ക് പോരാനായിട്ട് പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് കോടതിയിൽ അങ്ങനെ പറഞ്ഞത്. അപ്പൊ കോടതി എന്ന് പറഞ്ഞു, മക്കളെ, അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുയിസത്തിൽ പെടുന്നവരാണ്, ഹിന്ദുയിസം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അത് ഒരു സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം അല്ല, അല്ലെങ്കിൽ ഡിനോമിനേഷൻ അല്ല. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണ മിഷൻ പോലെയോ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡോക്ടറേനോ കൃത്യമായിട്ടൊരു ലീഡറോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിനെ ഒരു സബ്സെക്ട് ഓഫ് ഹിന്ദുയിസം എന്നൊന്നും പറയണ്ട. നിങ്ങൾ ആർട്ടിക്കിൾ 26ലേക്ക് വളച്ച് പുളച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 25ൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ആര് പറഞ്ഞു? കോടതി പറഞ്ഞു. ആർട്ടിക്കിൾ 25ന്റെ കാര്യങ്ങൾ നമുക്ക് നിന്നുകൊണ്ട് സംസാരിക്കാം. അപ്പൊ എന്താ പറ്റുക? അവിടെ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളൊരു കാര്യം എക്സെപ്ഷൻ അവിടെ വരും. സോ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി അവിടെ എന്താവും? അവിടെ കയറി വരും. സോ ആർട്ടിക്കിൾ 14ന് ഉത്തരം പറയേണ്ടി വരും, കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. ആർട്ടിക്കിൾ 26ലാണ് ഈ ഒരു പ്രോഗ്രാം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശബരിമല ഡിവോട്ടീസ് ആണ് എന്ന് കണക്കാക്കിയിരുന്നെങ്കിൽ പബ്ലിക് മൊറാലിറ്റിയും പബ്ലിക് ഓർഡറും പബ്ലിക് ഹെൽത്തും മാത്രമേ അവിടെ വരത്തുള്ളൂ. മനസ്സിലായോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ആർട്ടിക്കിൾ 25ൽ എന്തൊക്കെയാ പറയുന്നത്? പ്രൊഫസർ, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ്, റിലീജിയൻ. കൺഫ്യൂസ് ആയെന്ന് തോന്നുന്നു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആർട്ടിക്കിൾ 25 കൃത്യമായല്ലോ. പ്രൊഫസർ, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ്, റിലീജിയൻ. ദെൻ അതിന്റെ എക്സെപ്ഷൻസ് എന്താ വരുന്നത്? നമുക്ക് പബ്ലിക് ഓർഡറില്, മൊറാലിറ്റിയില്, പബ്ലിക് ഹെൽത്തില്. അത് മാത്രമാണോ? അല്ല. അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, ഇത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള റൈറ്റുകളാണ് ആർട്ടിക്കിൾ 25ൽ പറയുന്നത്. ഓക്കെ ആണോ? അതിൽ ഇൻഡിവിജ്വൽസ് റൈറ്റിന്റെ അണ്ടറിൽ വരുന്ന എക്സെപ്ഷൻ ആണ് അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്. ആ ഒരു എക്സെപ്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മളുടെ ശബരിമല ജഡ്ജ്മെന്റ് വന്നത് എന്ന് മനസ്സിലായോ? ദെൻ ആർട്ടിക്കിൾ 26ലേക്ക് നമ്മൾ പോയി. 26 എന്തിനു വേണ്ടിയിട്ടാ? കളക്റ്റീവ് റൈറ്റ്, അതായത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടല്ല, ഒരു മത ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിലീജിയസ് ഓർഗനൈസേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്. അവിടെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്?
അവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഡിനോമിനേഷനുകൾക്കും സബ്സെക്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള റൈറ്റ്. എന്തൊക്കെ റൈറ്റുകൾ അവർക്കുണ്ട്? അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ദെൻ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടും പ്രോപ്പർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടും ഓൺ ചെയ്യാനായിട്ടുമുള്ള അധികാരമുണ്ട്. ഒരു വസ്തു വാങ്ങാനും ഒരു വസ്തു വിൽക്കാനും അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാനായിട്ടുമുള്ള, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഓർഗനൈസ് ചെയ്യാനായിട്ടുമുള്ള, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഈ കളക്റ്റീവ് റൈറ്റിനും അല്ലെങ്കിൽ ഈ റിലീജിയസ് സെക്റ്റുകൾക്കുള്ള റൈറ്റുകൾക്കും എക്സെപ്ഷനുകൾ ഉണ്ടാവാറോ? കാരണം അബ്സല്യൂട്ട് അല്ല. സോ അവിടെ എന്താ വരുന്നത്? അവിടെ 3 എക്സെപ്ഷനുകൾ മാത്രമേ ഉള്ളൂ: പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത്. സോ ഇവിടെ എന്തില്ല? ഇവിടെ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ഇല്ല. എവിടെ? ആർട്ടിക്കിൾ 26. ഓക്കെ ആണോ? സോ ശബരിമല ജഡ്ജ്മെന്റ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവിടുത്തെ വക്കീൽ എന്ത് പറഞ്ഞു? ശബരിമല സ്ത്രീകൾ കയറണം എന്നതിനെ എതിർക്കുന്ന വക്കീൽ എന്ത് പറഞ്ഞു? കോടതി നമ്മളുടെ ശബരിമല ഡിവോട്ടീസ് അല്ലെങ്കിൽ അയ്യപ്പ ഡിവോട്ടീസ് എന്താണ്? ഹിന്ദുവിസത്തിലെ ഒരു ഡിനോമിനേഷൻ സബ്സെക്റ്റ് ആണ്. ഹിന്ദുവിസം അല്ല, ഹിന്ദുവിസത്തിലെ ഒരു സബ്സെക്റ്റ് ആണ്. അവർക്ക് അവരുടെ അഫയേഴ്സ്, റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് വക്കീൽ പറഞ്ഞു. അപ്പൊ തന്നെ കോടതി എന്ത് പറഞ്ഞു? മക്കളെ, അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറയുന്നത് ഹിന്ദുവിസത്തിലെ സബ്സെക്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് ആർട്ടിക്കിൾ 26 കൊണ്ടുപോകണ്ട. ആർട്ടിക്കിൾ 26 കൊണ്ടുപോകണ്ട. പകരം എന്താണ്? പകരം അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിലേക്ക്, അതായത് ആർട്ടിക്കിൾ 25 പ്രകാരം വരുന്നതിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. അല്ലാണ്ട് അത് പ്രത്യേകമായിട്ടുള്ളൊരു ഡിനോമിനേഷൻ ഒന്നുമല്ല. മുന്നേ ഞങ്ങൾ കേസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിനോമിനേഷൻ ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് വേണം. ഓർഗനൈസേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ദെൻ നിങ്ങൾക്കൊരു പേരുണ്ടോ? അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറഞ്ഞ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേരുണ്ടോ? പേരില്ല. ദെൻ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ലീഡറിനെ എടുത്ത് കാണിക്കാനുണ്ടോ? ഇല്ല. സോ നമുക്ക് 26 കൊണ്ടുപോകണ്ട, 25 തന്നെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. 25 നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ദെൻ പിന്നെയാണ് അവിടെ വിധിയും ദെൻ ചർച്ചകളും നടക്കുന്നത് 25 ബേസ് ചെയ്തുകൊണ്ട്. 25 ബേസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദെൻ നമ്മളുടെ ഈ അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരും, അത് കയറി വരും. അപ്പോ ആർട്ടിക്കിൾ 14 പ്രശ്നമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. കോടതികൾ ഒരു പ്രാക്ടീസസ്, ഒരു റിലീജിയസ് പ്രാക്ടീസസ് മതത്തിന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ട്രൈനാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഡോക്ട്രൈൻ. അതായത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആണോ അല്ലയോ എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ മുസ്ലിം മതത്തില് ഈ പർദ്ദ ധരിക്കുന്ന ഒരു അവകാശം ഉണ്ടല്ലോ, പർദ്ദ ധരിക്കുന്ന അവകാശത്തിനെതിരെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കോടതി നോക്കിയ ഒരു കാര്യമാണ് ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. ഈ ഒരു പ്രാക്ടീസ് ഹിന്ദുയിസത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കൃപാൻ ധരിക്കുക, അതായത് സിഖിസത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളിൽ ഒന്നാണ് കൃപാൻ എന്ന് പറയുന്നത്. കൃപാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കത്തിയാണ്. അവര് അരയിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന കൃപാൻ എന്ന് പറയുന്ന ഒരു കത്തിയാണ്. കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൂർച്ചയുള്ള, ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കാൻ കഴിവുള്ള ഒരു കത്തിയെയാണ് ഈ കൃപാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കൃപാനും കൊണ്ട് നടക്കുന്നത് പബ്ലിക് ഓർഡറിനെതിരല്ലേ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെതിരല്ലേ ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കാനായിട്ട്? സോ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോ കോടതികൾ എന്ത് ചെയ്തു? കോടതികൾ ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു നോക്കി. റിലീജിയനുമായി ബന്ധപ്പെട്ട് എന്തൊരു തർക്കം വരുമ്പോഴും കോടതികൾ എടുക്കുന്ന ഒരു ഡോക്ട്രൈനാണ് ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഡോക്ട്രൈൻ. സോ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പുരാതനമായിട്ട് ഇത് പറയുന്നുണ്ടോ? അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണോ, എസെൻഷ്യൽ ആണോ അല്ലയോ? അപ്പോൾ സിഖിസത്തിലെ എസെൻഷ്യൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ കൃപാൻ എന്ന് പറയുന്നത് എന്ന് കണ്ടെത്തി. സോ അത് അലോ ചെയ്തു. പബ്ലിക് ഓർഡറിന് എതിരായിട്ടുള്ളതല്ല, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് അലോ ചെയ്തു. നിങ്ങൾ ഈ SBI പോലെയുള്ള ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, തോക്കുകളോ അല്ലെങ്കിൽ കത്തിയോ കടാരയോ അങ്ങനെയുള്ള മാരക ആയുധങ്ങളൊന്നും ബാങ്കിന്റെ അകത്തേക്ക് കയറ്റാനായിട്ട് പാടില്ല എന്ന് പറയും. എന്നിട്ട് അവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വെയറിംഗ് കൃപാൻസ് ആർ പെർമിറ്റഡ്.
സോ ഈ കൃപാൻസ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് നമ്മൾ സിഖിസത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് ആണെന്ന് കണ്ടുപിടിക്കുകയും അതിനുശേഷമാണ് അങ്ങനെയുള്ള കൃപാൻസിനെ നമ്മൾ അലോ ചെയ്യുകയും ചെയ്യുന്നത്. സോ അത് പബ്ലിക് ഓർഡറിന് എതിരല്ല എന്ന് പറയുന്ന ഒരു വിധിയുണ്ട്. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 25 ഓക്കെ ആണോ? ആർട്ടിക്കിൾ 26 ഓക്കെ ആണോ? സോ ഇതാണ് റിലീജിയസ് ഫ്രീഡത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ആർട്ടിക്കിളുകൾ. ഓക്കെ, നമുക്ക് ഇനി സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു രാജസ്ഥാൻ സ്കൂൾ സേഫ്റ്റി, സ്കൂൾ ബിൽഡിങ്ങുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ ഒരു അതിദാരുണമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുകയും 7ഓളം വിദ്യാർത്ഥികൾ അവിടെ മരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അൺസേഫ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളെ കണ്ടെത്താനും അതിന് എന്തൊക്കെയാണ് പ്രതിവിധികൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ടും രാജസ്ഥാൻ ഗവൺമെന്റ് ഒരു സമിതിയെ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അനാലിസിസുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം 2699 അൺസേഫ് ബിൽഡിങ്ങുകൾ നമ്മൾ അനലൈസ് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് രാജ്യത്ത് എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ നിയമം എന്താണ്, അത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. പെർട്ടിക്കുലർലി നാഷണൽ ബിൽഡിംഗ് കോഡ് NBC എന്ന് പറയും. അതായത് ഒരു കെട്ടിടം പണിയുമ്പോൾ അതെങ്ങനെയായിരിക്കണം ആ കെട്ടിടം പണിയേണ്ടത്, അതിന് പ്രത്യേകമായിട്ടൊരു സംഹിത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്, ലാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എവിടെയാണ് വരുന്നത്? നമ്മളുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ ബിൽഡിങ്സ്, ലാൻഡ്, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ടുള്ള അവകാശം വരുന്നത്. അങ്ങനെ പറയുന്നത് ഏതിലാണ്? ഷെഡ്യൂൾഡ് 7ലാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 7ലാണ് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ലാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഓരോ സംസ്ഥാനത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് കോഡുകളും ബിൽഡിംഗ് ലെജിസ്ലേഷനുകളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രാജ്യത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആവാനായിട്ട് നമ്മളൊരു നാഷണൽ ബിൽഡിംഗ് കോഡ് രൂപീകരിച്ചു. ഓക്കെ, നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുമ്പോൾ ഒരു സംഹിതയാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങൾ ഒരു ബിൽഡിംഗ് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യണം, ബിൽഡിംഗ് പ്രവർത്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ സംസ്ഥാനങ്ങൾ ഒരു നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ബിൽഡിംഗ് കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റെഗുലേഷനുകളിലും നിയമങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനുള്ളൊരു സംഹിതയാണ് ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകാം. നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഹിത രൂപപ്പെടുന്നത് 1968-70 കാലഘട്ടങ്ങളിലാണ്. 68-70 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയുടെ ബിൽഡിങ്ങുകളുടെ ഇനി പണിയാൻ പോകുന്ന ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അളവുകളും സ്ട്രക്ചറുകളും ദെൻ സേഫ്റ്റി മെഷേഴ്സും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1-2 അമെന്റ്മെന്റുകൾ ഈ ഒരു ബിൽഡിംഗ് കോഡുകൾക്ക് വന്നു. 86 ഒരു അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു. ദെൻ 2005-6 കാലഘട്ടങ്ങളിലാണ് ഹ്യൂജ് ഒരു ചേഞ്ച് വരുന്നത്. എപ്പോഴാണ്? 2005-ലാണ് സെക്കൻഡ് ബിൽഡിംഗ് കോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ മാറിയ കാലത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും ബിൽഡിംഗ് കോഡുകൾ പരിഷ്കരിച്ചു. എന്ത് ചെയ്തു? നമ്മൾ ബിൽഡിംഗ് കോഡുകൾ മാറിയ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു. 2016-ലാണ് നിലവിലുള്ള ബിൽഡിംഗ് കോഡ്സ് വരുന്നത്. ഓക്കെ, നിലവിലുള്ള ബിൽഡിംഗ് കോഡ്സ് വരുന്നത് എപ്പോഴാണ്? നാഷണൽ ബിൽഡിംഗ് കോഡ് വരുന്നത് 2016-ലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടോ? ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾഡ് ഡൽഹിയും ന്യൂ ഡൽഹിയും എന്ന് പറഞ്ഞ് 2 സെപ്പറേറ്റ് വിഭാഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ടല്ലോ. ഓൾഡ് ഡൽഹിയുടെ പ്രശ്നം എന്താണ്? ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളാണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്. ദെൻ അവിടെയുള്ള കെട്ടിടങ്ങളുടെയൊക്കെ കാലപ്പഴക്കം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. 100-200 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് പല സ്ഥാപനങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. ഏരിയയുടെ കൺജഷൻ, ദെൻ
ഒരാൾക്ക് ഇത്ര ഏരിയ ഉണ്ട്, അതായത് ഒരു കച്ചവട സ്ഥാപനമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് ഇത്ര പെരുമാറുവാനായിട്ടുള്ള ഇത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ എന്നൊരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ലിമിറ്റുകൾ ഒന്നും പാലിക്കാതെയാണ് ചില സ്ഥലങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ ബിൽഡിംഗ് കോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ സേഫ്റ്റി മെഷേഴ്സ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 2016 പ്രകാരം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോഡുകൾ വേണം. ദെൻ റീസെന്റ് എന്താ സംഭവിച്ചത്? ഇപ്പൊ കേരളത്തിന്റെ കേസ് എടുക്കും. കേരളത്തില് 2013 മുതൽ പെർമിറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ കെട്ടിടമായിരുന്നു, ആരോഗ്യ മന്ദിരമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ കെട്ടിടം. 2013 മുതൽ അതിന് പെർമിറ്റ് ഇല്ല. അവിടെയാണ് രോഗികൾ വരികയും താമസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുകയും ഒരാള് മരിക്കുകയും ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയുള്ള റൂൾസ് ഉണ്ടാക്കി വെക്കുമെങ്കിലും എന്താ ഇവിടെ പ്രശ്നം പറ്റിയേ? നമ്മളത് എൻഫോഴ്സ് ചെയ്യുന്നില്ല. എന്താ പ്രശ്നം? എൻഫോഴ്സ് ചെയ്യുന്നില്ല. ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. രാജ്യം മൊത്തമായിട്ടുള്ള ഒരു റൂൾ ഒന്നും ഇല്ല, ലോ ഒന്നും ഇല്ല. നമുക്കൊരു കോഡാണുള്ളത്. പക്ഷേ ഓരോ സംസ്ഥാനത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. രാജസ്ഥാന്റെ കേസിലും പറ്റിയത് ആ ഒരു പ്രോബ്ലം തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ലോ ഈസ് ലാക്ക്ഡ് ഇൻ ദിസ് കേസ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത്. ദെൻ എഡ്യൂക്കേഷൻ സ്പെസിഫിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതായത് ഓരോ സംസ്ഥാനത്തിനും എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ. ദെൻ എക്സാമിനേഷനിൽ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസ് ഉണ്ടാവും, CBSE ഉണ്ടാവും, സ്റ്റേറ്റ് സ്കൂളുകൾ ഉണ്ടാവും. അവിടെയെല്ലാം കൃത്യമായിട്ടുള്ള നിയമങ്ങളും കൃത്യമായിട്ടുള്ള എന്തുകളും നടക്കണം, ഓഡിറ്റുകളും നടക്കണം. കഴിഞ്ഞ മാസം തന്നെയാണ് കേരളത്തിലെ ഒരു സ്കൂളില് ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. കെട്ടിടത്തിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം ലോ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചലഞ്ചസുകളാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് NBC അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ്. 2016 ഏറ്റവും പുതിയതായിട്ടുള്ള NBC വന്നിരിക്കുന്നത്. ദെൻ ഈ NBCയെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് സ്പെസിഫിക്കുകളിൽ എന്തുണ്ടാക്കും? ലോസ് ക്രിയേറ്റ് ചെയ്യും. NBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും മാത്രമല്ല, ഫയർ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഒരു ബിൽഡിംഗ് നിങ്ങൾ പണിയുമ്പോൾ അതിന് കൃത്യമായിട്ട് കാർ പാർക്കിങ്ങുകൾ ഉണ്ടാകണം. ദെൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ കടന്നു വരാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ പ്രതിപാദിക്കുന്നതും ഈ നാഷണൽ ബിൽഡിംഗ് കോഡ്. ഒരു ബിൽഡിംഗ് നിങ്ങൾ പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? തേർഡ് ആർട്ടിക്കിൾ ഈസ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ, നോട്ട് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ ബട്ട് ആൻ എഡിറ്റോറിയൽ, സെക്കൻഡ് എഡിറ്റോറിയൽ ആയിട്ട് വരുന്നതാണ്. ഇന്ത്യസ് നീഡ് ടു എൻഗേജ് ഇറ്റ് നെയ്ബേഴ്സ് മോർ ക്ലോസ്ലി. അതായത് നമ്മളുടെ നെയ്ബേഴ്സുമായിട്ടുള്ള റിലേഷൻ. ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത് പെർട്ടിക്കുലർലി ഇന്ത്യ മാൽദീവ്സ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യ മാൽദീവ് റിലേഷൻ അല്ല, പകരം ഇന്ത്യയുടെ നെയ്ബേഴ്സുമായിട്ടുള്ള റിലേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആയിട്ട് ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ. ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ആരുണ്ട്? നമ്മളുടെ പാകിസ്ഥാൻ ഉണ്ട്. ഏറ്റവും അടുത്ത നെയ്ബർ ആയിട്ടുള്ള പാകിസ്ഥാൻ ഉണ്ട്. ദെൻ പാകിസ്ഥാനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൺട്രി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാൻ. ദെൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ, അതായത് ഈസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പോൾ ആരൊക്കെയുണ്ട്? ഈസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചൈനയുണ്ട്. ചൈന കൂടാണ്ട് ആരുണ്ട്? നേപ്പാൾ ഉണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ നേപ്പാൾ വരും. ദെൻ അതിൽ താഴെ ആരുണ്ട്? ഭൂട്ടാൻ ഉണ്ട്. സോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇപ്പുറത്തെ സൈഡിൽ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ദെൻ വേറെ ആരുണ്ട്? നമ്മളുടെ ഇതുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ഈസ്റ്റ് പാകിസ്ഥാൻ, 1977 മുന്നേ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ഉണ്ട്. ദെൻ അപ്പുറം ആരുണ്ട്? അതായത് നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്ത് ആരുണ്ട്? മ്യാൻമർ ഉണ്ട്. മിസോറമിലും നാഗാലാൻഡ് ഒക്കെ ബോർഡർ ചെയ്യുന്ന ആരാണ്? മ്യാൻമർ ഉണ്ട്. മ്യാൻമർ കൊണ്ട് കഴിഞ്ഞു. താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ആരൊക്കെയുണ്ട്?
ശ്രീലങ്കയുണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രി. വെള്ളത്തിലാണ് അവരുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതെങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൺട്രീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരാണ്? ശ്രീലങ്കയുണ്ട്. ദെൻ ഇപ്പുറത്ത് ആരുണ്ട്? ഇപ്പുറത്ത് മാൽദീവ്സ് ഉണ്ട്. അങ്ങനെ ഇന്ത്യൻ ഓഷ്യന്റെ തീരത്തും ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കെടുക്കുന്ന ഒരു ഡസനോളം രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, സോ ഇത്രയും രാജ്യങ്ങളായിട്ട് നമ്മൾ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറയാറുണ്ട്, നമുക്ക് നമ്മളുടെ നെയ്ബേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം, പക്ഷേ നെയ്ബേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ നെയ്ബേഴ്സ് പോളിസി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്റർനാഷണൽ റിലേഷനിലെ നെയ്ബേഴ്സ് പോളിസി എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. 4 ഏരിയാസിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എഴുതി വെക്കുക അല്ലെങ്കിൽ വരച്ചു വെക്കുക. ഒന്ന്, പ്രീ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി. പ്രീ ഇൻഡിപെൻഡൻസിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളൊരു 2 മിനിറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകും. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് 1947 മുതൽ 1990 വരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കി പോകും. ഓക്കെ, അതിനുശേഷം ആഫ്റ്റർ കോൾഡ് വാർ എറ അല്ലെങ്കിൽ കോൾഡ് വാർ എൻഡ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് നമ്മളുടെ നെയ്ബേഴ്സുമായിട്ടുള്ള നമ്മളുടെ റിലേഷൻ എന്നുള്ളത് നമ്മളൊന്ന് നോക്കി പോകും. ദെൻ ആഫ്റ്റർ 2016 പെർട്ടിക്കുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ എങ്ങനെയായിരുന്നു നെയ്ബേഴ്സ് പോളിസി എന്നുള്ളതും നമ്മളൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു പോകും. കറന്റ് എന്താണ് പ്രോബ്ലം എന്നുള്ളതായിരിക്കും ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ, അതായത് 1947 വരെ നമ്മളുടെ പോളിസീസ് എങ്ങനെയായിരുന്നു? നമ്മളുടെ ബ്രിട്ടീഷ് പോളിസിയോട് ചേർന്ന് നിൽക്കുന്ന പോളിസീസ് തന്നെയായിരുന്നു. കാരണം എന്താണ്? ഇപ്പൊ ബർമയാണെങ്കിലും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളാണെങ്കിലും, ഇപ്പോ ചൈനയുടെ പല ഭാഗങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. ദെൻ ബർമ അല്ലെങ്കിൽ മ്യാൻമർ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. 1935 ആക്ട് പ്രകാരമാണ് ഇതിനെ വേർതിരിക്കുന്നത്. ബർമയെയും അല്ലെങ്കിൽ മ്യാൻമറിനെയും ഇന്ത്യയെയും വേർതിരിക്കുന്നത് എന്തുവഴിയാണ്? നമ്മളുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുടെ പാർട്ട് തന്നെയായിരുന്നു 1947 വരെ. സോ ഒരു സെപ്പറേറ്റ് ഫോറിൻ പോളിസി നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു കാലഘട്ടങ്ങളിൽ. ഓക്കെ, ദെൻ 1947 എന്താ സംഭവിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ദെൻ അതിനോടനുബന്ധിച്ച് പാകിസ്ഥാന്റെ തന്നെ ഒരു ഭാഗം ബംഗ്ലാദേശിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ബംഗാൾ മേഖലയിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനെ എന്ത് പേര് വിളിച്ചു? ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിച്ചു. ഇന്നത്തെ ബംഗ്ലാദേശിലെ അത് പണ്ട് പാകിസ്ഥാന്റെ പാർട്ടായിരുന്നു, അല്ലെങ്കിൽ ആദ്യം ഇന്ത്യയുടെ പാർട്ടായിരുന്നു. ദെൻ പാകിസ്ഥാൻ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, സോ അങ്ങനെ 2 കൺട്രീസ് വന്നു. ദെൻ എന്താണ്? ചൈനയും ഈ സമയത്ത് ഇൻഡിപെൻഡന്റ് ആയി എന്നാണ്. 1941 ചൈന, 1949 ചൈന എന്ത് ചെയ്തു? റിപ്പബ്ലിക് ആവുകയാണ്. സോ ചൈനയും ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് അവിടെ നിലവിൽ വന്നു. ദെൻ നേപ്പാൾ അവിടെയുണ്ട്, ഭൂട്ടാൻ അവിടെയുണ്ട്. ഇത് 2 ചെറിയ കൺട്രികളാണ്, നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കൺട്രികളായിരുന്നു ഇവർ 2 പേരും ഉണ്ടായിരുന്നത്. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റിന് ശേഷം ഞാൻ പറഞ്ഞു, ദെൻ ശ്രീലങ്കയും ഇൻഡിപെൻഡൻസ് നേടുന്നത് 1948-50 കാലഘട്ടങ്ങളിലാണ്. സോ എല്ലാ കൺട്രീസും ചെറിയ ചെറിയ കൺട്രീസ് ആയിട്ട് സ്വാതന്ത്ര്യം കിട്ടുകയും അവരൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. സോ ഈ രാജ്യങ്ങളെല്ലാമായിട്ട് ബന്ധങ്ങൾ, നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫോറിൻ പോളിസി എന്തായിരുന്നു? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരാ പ്രസ്ഥാനം. ഞങ്ങൾ ആരോടും ചേരുന്നില്ല. അമേരിക്കയായിട്ടാണെങ്കിലും റഷ്യ ആയിട്ടാണെങ്കിലും മറ്റേത് കൺട്രി ആയിട്ടാണെങ്കിലും ഞങ്ങൾ ചേരുന്നില്ല. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊന്നും നിങ്ങൾ തീരുമാനിക്കരുത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വരുന്നത്. ദെൻ ചൈനയുമായിട്ട് നമ്മൾ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഒപ്പിടുകയാണ്. ഓക്കെ, ചൈനയുമായിട്ട് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഒപ്പിട്ടു. പാകിസ്ഥാനായിട്ടാണെങ്കിലും നമ്മൾ ഇന്ത്യൻ സ്മാർട്ടർ ട്രീറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നു. ദെൻ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പാകിസ്ഥാൻ എന്തുണ്ടായിരുന്നു? പാകിസ്ഥാന് കാശ്മീർ ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ബോർഡേഴ്സ് കൃത്യമായിട്ട് അംഗീകരിച്ചു പോകുന്നില്ല. ദെൻ ഇൻഡോ ചൈന വാർ 1962 നടക്കുകയാണ്. നമ്മളുടെ
സുഹൃത്തായിട്ടുള്ള ഇന്ത്യ ചൈന ബായ് ബായ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് നമ്മളെ വന്ന് ആക്രമിക്കാനായിട്ട് തുടങ്ങി. ദെൻ 71 എന്ത് സംഭവിച്ചു? 71 പാകിസ്ഥാനുമായിട്ട് വാർ നമ്മൾ ചെയ്തു. വേറെ എന്താ, അവിടെ ഒരു പ്രൊമിനന്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നെയ്ബേഴ്സ് പോളിസിയിൽ ഉണ്ടായിരുന്ന കാര്യം ഒന്ന് നോൺ അലൈൻമെന്റ് ആയിരുന്നു. ദെൻ നമ്മൾ ചൈനയുമായിട്ട് പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഒപ്പിട്ടു. പിന്നെ അവിടെ മേജർ പോളിസി സ്റ്റാൻഡ് ബൈസ് എന്തൊക്കെയായിരുന്നു? ഇൻഡോ ചൈന വാർ, ഇൻഡോ പാകിസ്ഥാൻ വാർ. നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നമ്മളുടെ സിംഗളീസുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ശ്രീലങ്കരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല. ശ്രീലങ്ക ഒരു സിവിൽ വാറിനെ ബേസ് ചെയ്യുന്ന കാലഘട്ടമൊക്കെ ആയിരുന്നു ഈ 1970, 1980 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് എൻഡ് ചെയ്യുന്നത് 2009 കാലഘട്ടങ്ങളിലാണ് ഈ തമിഴ് പുലികളുടെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പട്ടാളത്തെ തന്നെ അങ്ങടേക്ക് അയച്ചു. ആരുടെ നേതൃത്വത്തിൽ? രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ. അതില് പ്രകോപിതരായിട്ടാണ് രാജീവ് ഗാന്ധിയെ 1991 92 തമിഴ് പുലികൾ LTTE സംഘം ആക്രമിക്കുകയും ബോംബ് ബ്ലാസ്റ്റിലൂടെ വധിക്കുകയും ചെയ്തത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയുണ്ടായിരുന്നു? ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. ദെൻ നേപ്പാളും ഭൂട്ടാനും ഇന്ത്യയുടെ ഒരു അലീസ് അല്ലെങ്കിൽ ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു കൺട്രീസ് ആയിരുന്നു. ചെറിയ ചെറിയ ബോർഡർ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നേപ്പാളായിട്ടാണെങ്കിലും ഭൂട്ടാനായിട്ടാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിലോ മാൽദീവ്സ് ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കൺട്രി ആയിട്ട് രൂപപ്പെടുന്നു വരുന്നേ ഉള്ളൂ. അവിടെ ഇന്റേണൽ ആയിട്ട് പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു കൺട്രി ആയിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ആര്? മാൽദീവ്സ്. നമുക്ക് മേജർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ചൈനയും പാകിസ്ഥാനുമായിട്ടായിരുന്നു. ഓക്കെ ആണോ? സോ ഈ സമയത്തുള്ള നമ്മളുടെ പോളിസി എന്താണ്? നോൺ അലൈൻമെന്റ് പോളിസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ നമ്മൾ 71 എന്ത് നടന്നു? പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ബംഗ്ലാദേശ് ലിബറേഷൻ വാർ. അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് പാകിസ്ഥാനിലെ ഒരു ഹിന്ദു മെജോറിറ്റി പ്രൊവിൻസുകളിൽ ഒന്നായിരുന്നു ഈ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം. സോ ഈസ്റ്റ് പാകിസ്ഥാൻ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു മെജോറിറ്റി ടോട്ടൽ ഭരിക്കുക എന്നുള്ളത് നമ്മുടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഒരാള് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് പാകിസ്ഥാന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ പാകിസ്ഥാനിനുള്ളിൽ തന്നെ, അതായത് രണ്ട് സ്ഥലത്ത് കിടക്കുകയാണ്. ഒരു പാകിസ്ഥാൻ വെസ്റ്റേൺ സൈഡിലും മറ്റൊരു പാകിസ്ഥാൻ ഈസ്റ്റേൺ സൈഡിലും. സോ പ്രശ്നങ്ങൾ നടക്കുകയും 1971 ഈ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇടപെട്ട്, ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാനായിട്ടുള്ള വാറിൽ ഏർപ്പെടുകയും ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് 1971. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ സാർക്ക് ഫോം ചെയ്യുകയാണ്. സാർക്ക് എന്ന് പറയുന്ന അസോസിയേഷൻ ഫോം ചെയ്യുകയാണ്. ദെൻ മേജർ ആയിട്ടുള്ള കണക്ഷൻസുകൾ ഈ കാലഘട്ടങ്ങളിൽ അധികം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഇന്ത്യ ഒരു പ്രൊട്ടക്ഷനിസമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ട്രേഡിലാണെങ്കിലും എക്കോണമിയിലാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1991 രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ്? ഒന്ന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തത് ദ കോൾഡ് വാർ എറ എൻഡ്. അതായത് യൂറോപ്യൻ യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. യൂറോപ്യൻ യൂണിയൻ അല്ല, സോവിയറ്റ് യൂണിയൻ, മാറിപ്പോയി. യൂറോപ്യൻ യൂണിയൻ അല്ല, സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, USSR എന്ന് പറയുന്ന ഒരു ഒറ്റ രാജ്യം പല രാജ്യങ്ങളായിട്ട്, ചെറു രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു? ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് തന്നെ മാറി മറിഞ്ഞു. അത് ഇന്ത്യയിലും ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങി. ദെൻ ഇന്ത്യ എന്താ ചെയ്തേ? ഇന്ത്യൻ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ മാറ്റിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? പുറത്തു നിന്നുള്ള പ്രൈവറ്റൈസേഷനും ദെൻ ഗ്ലോബലൈസേഷനും ഒക്കെ വരുത്താനായിട്ടും പുറത്തുനിന്നുള്ള കമ്പനീസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നമ്മളുടെ പോളിസിയിൽ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന പോളിസിയിൽ നമ്മൾ ചെറിയ ഷിഫ്റ്റുകൾ വരുത്തി. ഇനി അലൈൻ ചെയ്യാണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ എന്താ പറഞ്ഞേ? മൾട്ടി അലൈൻമെന്റ് പോളിസിയിലേക്ക് ഇന്ത്യ പോകണം. അങ്ങനെയാണ്, നോൺ അലൈൻമെന്റ് എന്നൊന്നുമല്ല, മൾട്ടി അലൈൻമെന്റ്. നമ്മളുടെ ബ്രിക്സ് പോലെയുള്ള കൺട്രീസുമായിട്ട് മൾട്ടി അലൈൻമെന്റിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, അപ്പൊ 91 എന്താ സംഭവിച്ചത്? 91 USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു.
അതിനോടൊപ്പം തന്നെ ലിബറലൈസേഷൻ പോളിസീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലുക്ക് ഈസ്റ്റ് പോളിസി, നമ്മൾ ഈസ്റ്റിലേക്ക് നോക്കൂ. ഈസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഈസ്റ്റേൺ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക്, സൗത്ത് ഏഷ്യൻ കൺട്രീസുമായിട്ട് നമ്മൾ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ ടൈസ് കുറച്ച് കൂടാനായിട്ടുള്ള പോളിസീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഗുജറാൾ ഡോക്ട്രെയിൻ. ഗുജറാൾ ഡോക്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ.കെ. ഗുജറാൾ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് ഐ.കെ. ഗുജറാൾ? ഐ.കെ. ഗുജറാൾ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന 1996-97 കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചു കാലം മാത്രം പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ഈ ഐ.കെ. ഗുജറാൾ, ഇന്ദിര കുമാർ ഗുജറാൾ. അതിനു മുൻപ് H.C. ദേവഗൌഡ എന്ന് പറയുന്ന ഒരാളായിരുന്നു പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. H.C. ദേവഗൌഡ, ഐ.കെ. ഗുജറാൾ, ദെൻ A.B. വാജ്പേയി. അങ്ങനെ 3 പേരാണ് ആ ഒരു കാലഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയായിട്ട് വാഴുന്നത്. A.B. വാജ്പേയിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. 2002-2003 കാലഘട്ടങ്ങളിൽ നമ്മുടെ മൻമോഹൻ സിംഗിന് മുന്നേ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ആളാണ് ഈ A.B. വാജ്പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഐ.കെ. ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു ഗുജറാൾ ഡോക്ട്രെയിൻ, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ സോവർണിറ്റിയും ഇന്റഗ്രിറ്റിയും നമ്മൾ അംഗീകരിക്കണം, അവരുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ നമ്മൾ ഇടപെടരുത് എന്ന് പറയുന്ന ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞില്ലേ? എവിടെ? നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ 1955 പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഒപ്പിട്ടല്ലോ. അതുപോലെ തന്നെ ഒരു ഡോക്ട്രെയിൻ ഐ.കെ. ഗുജറാൾ മുന്നോട്ട് വെച്ചു. ആര് മുന്നോട്ട് വെച്ചു? ഇന്ദിര കുമാർ ഗുജറാൾ മുന്നോട്ട് വെച്ചു. ദെൻ ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സാർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമേ ആ ഒരു സമയത്ത് വലിയൊരു സംഘടനയായിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ കോൾഡ് വാറിന് ശേഷം പല സംഘടനകളും രൂപപ്പെട്ടു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബിംസ്റ്റെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിംസ്റ്റെക് എന്ന് പറഞ്ഞ ഒരു സംഘടന 1997 രൂപപ്പെട്ടു. ഓക്കെ. ദെൻ ബിംസ്റ്റെക്കിന് ശേഷം 1997 തന്നെ മറ്റൊരു സംഘടന കൂടി രൂപപ്പെട്ടു. ഞാനതിൽ കൊടുത്തിട്ടില്ല. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എഴുതി വെക്കുക. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. സോ പോസ്റ്റ് കോൾഡ് വാർ എറയിൽ, അല്ലെങ്കിൽ പോസ്റ്റ് കോൾഡ് വാർ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഫോം ചെയ്തൊരു സംഘടനയാണ് എന്ത്? ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഓക്കെ. ദെൻ ഇപ്പൊ നമ്മൾ കോൾഡ് വാർ എറയിലെത്തി. കോൾഡ് വാർ എറയിൽ നമ്മൾ എന്തായിരുന്നു? നമ്മൾ ഈസ്റ്റിലേക്ക് നോക്കണം. എങ്ങടാണ്? നമ്മൾ നോൺ അലൈൻമെന്റ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈസ്റ്റിലേക്ക് നമ്മൾ നോക്കണം, ഗ്ലോബൽ സൗത്തിലേക്ക് നോക്കണം. അങ്ങനെയുള്ള പോളിസീസ്. ദെൻ ഐ.കെ. ഗുജറാൾ പറഞ്ഞു എല്ലാ കൺട്രീസിനും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. സോവർണിറ്റിയിലൊന്നും നമ്മൾ കൈകടത്താനായിട്ട് പാടില്ല. എല്ലാവരുടെയും ഹെൽപ്പ്, എല്ലാവരെയും പ്രോസ്പെരിറ്റിയിലേക്കുള്ള ഹെൽപ്പ് ആയിരിക്കണം നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളുടെ ശ്രീലങ്കയിലേക്ക് നമ്മൾ എന്തയച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ പട്ടാളത്തെ അയച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം എവിടെ? നമ്മളുടെ ശ്രീലങ്കയുടെ സോവർണിറ്റിയിലാണ് ഇന്ത്യയുടെ പട്ടാളക്കാർ ചെല്ലുന്നത്. അതൊരു റൈറ്റ് ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, സംശയമുണ്ട്. പല ജിയോ പൊളിറ്റിക്കൽ ടീച്ചേഴ്സും അതിനെ ഒരു 2 തട്ടിലായിട്ടാണ് കാണുന്നത്. അത് അയക്കേണ്ടി ഇരുന്നില്ല, അയച്ചതിന് ചില കോൺസിക്വൻസുകൾ ഉണ്ടായി എന്നുള്ളതൊക്കെ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഗുജറാൾ പറയുന്നത് എന്ത്? നമ്മളൊരു ഇന്റേണൽ അഫയേഴ്സിൽ നമ്മൾ ഇടപെടരുത്, നമ്മുടെ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഒന്നും കൂടി പൊടിതട്ടി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ദെൻ ബിംസ്റ്റെക് വരുന്നു. ദെൻ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ വരുന്നു. ഓക്കെ ആണോ? ദെൻ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു 2010 ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2008-2009 എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ് സംഭവിച്ചു. റിഫ്ലക്ട് ചെയ്യുമല്ലോ. എവിടെ റിഫ്ലക്ട് ചെയ്യും? ജിയോ പൊളിറ്റിക്സിലും റിഫ്ലക്ട് ചെയ്യും. സോ നമ്മൾ വലിയ വലിയ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള കൺട്രീസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള കൺട്രീസിനെ നമ്മൾ താങ്ങി നിർത്താണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മൾ വീണ്ടും സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്ത ഒരു പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. ഓക്കെ, നെയ്ബർഹുഡ് ഫസ്റ്റ്. ഇനി ലുക്ക് ഈസ്റ്റ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഈസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആക്ട് ഈസ്റ്റ് പോളിസിയിലേക്ക് പോവുകയാണ്. നമുക്ക് ഈസ്റ്റേൺ സ്പെസിഫിക് ഏരിയയിലും ഗ്ലോബൽ സൗത്തിലും ഇന്ത്യൻ ഓഷ്യനിലും പസഫിക് ഓഷ്യനിലും നമ്മൾ ആക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ലുക്ക് ഈസ്റ്റ് എന്നുള്ള പരിപാടിയും നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇനി നമുക്കില്ല. നമ്മൾ ആക്ട് ഈസ്റ്റ് പോളിസിയാണ് പോകുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി.
നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് കിടക്കുന്ന നെയ്ബേഴ്സ്, അയൽക്കാരനെ ആദ്യം പരിഗണിച്ചിട്ടേ നമ്മൾ ബാക്കിയുള്ള ആളുകളിലേക്ക് പോവുകയുള്ളൂ. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്, വാക്സിൻ മൈത്രി. അതായത് COVID-19 വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തു. വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യക്കാർക്ക് മാത്രമല്ല കൊടുത്തേ, നമ്മളുടെ നെയ്ബർഹുഡ് കൺട്രീസിലേക്കും നമ്മൾ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കളെ നമ്മൾ ഒരേ ടീമാണ്, നമ്മൾ ഒരേ നെയ്ബർഹുഡ് ആണ്, എന്താണ് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയാതെ നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ? സോ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ആളുകളെ ആദ്യം പരിഗണിക്കും നമ്മൾ. ഓക്കെ ആണോ? ദെൻ ആക്ടിവിസ്റ്റ് പോളിസി ഞാൻ പറഞ്ഞു. ദെൻ നമ്മൾ എന്താണ് ഡിഫറെന്റ് മേഖലയിൽ നമുക്ക് ഇത് അനലൈസ് ചെയ്യാം കേട്ടോ. എക്കോണമി, ദെൻ ഡിഫൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അനലൈസ് ചെയ്യാം. എക്കോണമിയിലാണെങ്കിൽ എന്താണ്? എക്കോണമിയിലാണെങ്കിൽ നമ്മൾ ലോകത്തെ 4ാമത്തെ എക്കോണമിയാണ്. സോ ഈ ഈസ്റ്റേൺ ഏഷ്യയിലും ഗ്ലോബൽ സൗത്തിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? എക്കോണമിക് ഇന്റഗ്രേഷനും എക്കോണമിക് പ്രോസ്പെരിറ്റിയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ദെൻ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എന്താണ്? സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിൽ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആകാനായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലാണ്. വിച്ച് മീൻസ് നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോ നമ്മളുടെ സിംഗപ്പൂർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലാവോസ് അങ്ങനെയുള്ള കൺട്രീസിൽ ഒരു മാരിടൈം എമർജൻസി വന്നു. അതായത് അവിടുത്തെ ഒരു കപ്പല് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ റീജിയനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചിട്ട് മുങ്ങിപ്പോവുകയാണ്. ദെൻ ഉടനെ നമ്മളുടെ ഇന്ത്യയുടെ നേവി ഷിപ്പുകൾ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്ത് അവരെ പൊക്കിയെടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ ലാവോസിലോ സിംഗപ്പൂരിലോ, അവർക്ക് ഓൾറെഡി അവരുടെ വാർഷിപ്പുകളും അവരുടെ റെസ്ക്യൂ മിഷൻസുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ നെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ത് കാര്യത്തില്? ഡിഫൻസ് കാര്യത്തില്. സർവീസ് പ്രൊവൈഡർ ഡിഫൻസ് കാര്യത്തിൽ മാത്രമല്ല, ടെക്നോളജിക്കൽ സർവീസുകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളിൽ ഈ നെറ്റ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 2014 ശേഷം, പെർട്ടിക്കുലർലി 2014 അല്ല 2010 ശേഷം നമ്മളൊരു ഹ്യൂജ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ? ദെൻ എനിക്ക് നിങ്ങളെ ഇവിടെ പറയാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബിംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷൻ. എന്റെ അമ്മേ, എന്താ പേരല്ലേ? ബേ ഓഫ് ബംഗാൾ, അതായത് നമ്മളുടെ ബേ ഓഫ് ബംഗാളിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട കൺട്രീസിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടന നമ്മൾ രൂപീകരിച്ചിരുന്നത്. ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ, അതായത് ഒരു സെക്ടറിലല്ല കോർപ്പറേറ്റ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ടറിലല്ല, മൾട്ടി സെക്ടറിൽ നമ്മൾ കോർപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. മൾട്ടി സെക്ടർ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷൻ. മനസ്സിലായോ? പേരോർത്ത് വെക്കാനായിട്ടുള്ള ബുദ്ധി മനസ്സിലായോ? ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ. മൾട്ടി സെക്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ടെക്നോളജിക്കൽ, ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷൻ. ഓക്കെ, ഇത് ഈ പേരിടാൻ വേണ്ടിയിട്ട് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. നമ്മൾ കാണും. അപ്പോൾ ബിംസ്റ്റെക്കിനെ കുറിച്ച് മനസ്സിലായല്ലോ. ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷൻ എന്നാ ഫോം ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു, കോൾഡ് വാറിന് ശേഷം 2 സംഘടനകൾ, ഒന്ന് ബിംസ്റ്റെക്കും 2 ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഇന്ത്യൻ ഓഷ്യന്റെ റിമ്മില്, അതായത് ബോർഡേഴ്സിൽ താമസിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഓക്കെ, ഇതിൽ ബിംസ്റ്റെക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1997 2 സംഘടനകളും രൂപീകരിക്കപ്പെടുന്നത്. ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനിലാണ് 97 ബിംസ്റ്റെക് രൂപീകരിക്കുന്നത്. ആദ്യം ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നുള്ള 4 കൺട്രീസ്. ബംഗ്ലാദേശിന്റെ ബിയും ഇന്ത്യയുടെ ഐയും ശ്രീലങ്കയുടെ എസും തായ്ലൻഡിന്റെ ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ എക്കോണമിക് കോർപ്പറേഷൻ, ഈ 4 കൺട്രീസിന്റെയും ആദ്യത്തെ പേരെടുത്തിട്ട് എക്കോണമിക് കോർപ്പറേഷനും കൂടിയിട്ടു. ദെൻ മ്യാൻമർ ജോയിൻ ചെയ്തു. 97 തന്നെ മ്യാൻമർ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് വിളിച്ചു? ബിംസ്റ്റെക് അല്ലെങ്കിൽ ബിംസ്റ്റെക് എന്ന് നമ്മൾ വിളിച്ചു. മ്യാൻമർ കൂടി ജോയിൻ ചെയ്തു. 2004 ആയി കഴിഞ്ഞപ്പോഴേക്കും നേപ്പാൾ വരുന്നു, ഭൂട്ടാൻ വരുന്നു. ആരൊക്കെ വന്നു? നേപ്പാൾ വരുന്നു, ഭൂട്ടാൻ വരുന്നു. നേപ്പാളും ഭൂട്ടാൻ വരുമ്പോ ബിംസ്റ്റെക് NB എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പേരിനൊരു സുഖമില്ല. ദെൻ ഇവന്മാരുടെ പേര് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാനായിട്ടും പറ്റാതെയായി. അതായത്
ഇപ്പൊ ബിസ്റ്റെക് അല്ലെങ്കിൽ ബിംസ്റ്റെക് എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നേപ്പാളും ഭൂട്ടാനും ചോദിക്കില്ലേ ഞങ്ങളുടെ പേരെന്താണ് നിങ്ങൾ പേരുകൾ വെക്കാത്തത്, ഞങ്ങൾ എന്താണ് തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്നുള്ള ചോദ്യമൊക്കെ നേപ്പാളും ഭൂട്ടാനും ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ആ പേര് അങ്ങോട്ട് മാറ്റി. എന്ന് പറഞ്ഞു ബേ ഓഫ് ബംഗാൾ മൾട്ടി സെക്ടറൽ. അപ്പോ നമ്മൾ ആദ്യം ഇട്ട പേരുണ്ടല്ലോ ബിംസ്റ്റെക് എന്ന് പറയുന്ന പേരുണ്ടല്ലോ BIMSTEC. സോ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പേരുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേ ഓഫ് ബംഗാൾ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ. ഇപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, മൾട്ടി സെക്ടറൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ ടെക്നിക്കൽ എന്ന് വീണ്ടും എടുത്തു പറയുന്നത്? മൾട്ടി സെക്ടറൽ. സോ ആ പേര് അങ്ങനെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേ ഓഫ് ബംഗാൾ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ എക്കോണമിക് കോർപ്പറേഷൻ എന്ന് പേര് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ ഞാൻ ഇത്രയും കഥ പറയാനായിട്ടുള്ള കാരണം നേപ്പാളും ഭൂട്ടാനും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ചോദ്യം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ബേ ഓഫ് ബംഗാളിന് അടുത്ത് കിടക്കുന്ന കൺട്രീസിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും. ഓക്കെ, ദെൻ നേപ്പാളിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം വരുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് ബിംസ്റ്റെക്? അതിൽ ഒന്ന് നമ്മളുടെ ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, മ്യാൻമർ ഉണ്ട്. ഓക്കെ, ദെൻ നേപ്പാള്, ഭൂട്ടാൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോകാത്ത ഒരാൾ എന്ത് പറയും? നേപ്പാളിന് ബേ ഓഫ് ബംഗാളിലേക്ക് വഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഭൂട്ടാൻ ബേ ഓഫ് ബംഗാളിൽ കിടക്കുന്ന ഒരു രാജ്യമല്ലല്ലോ, സോ ഇത് രണ്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ എലിമിനേറ്റ് ചെയ്യരുത്. ബേ ഓഫ് ബംഗാളും ഭൂട്ടാനും നേപ്പാളും ബിംസ്റ്റെക്കിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യമാണ്. ഓക്കെ ആണോ? ഏത് ഡിക്ലറേഷൻ? ബാങ്കോക്ക് ഡിക്ലറേഷൻ പ്രകാരമാണ് ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുന്നത്. ഓക്കെ, ദെൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഏരിയാസ് എന്ന് പറയുന്നത് എവിടെയാണ്? എക്കോണമിക് ഇന്റഗ്രേഷൻ പേരിൽ തന്നെയുണ്ട്. ദെൻ കണക്ടിവിറ്റി, സെക്യൂരിറ്റി കോർപ്പറേഷൻ. ഞാൻ പറഞ്ഞു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവാനായിട്ടുള്ളതാണ് നമ്മളുടെ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ കണക്ടിവിറ്റീസ് എൻഷുർ ചെയ്യുക, എക്കോണമിക് ഇന്റഗ്രേഷൻ. കാരണം വലിയ ചില രാജ്യങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട പാം ഓയിൽസ് ഉൽപ്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ പാം ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പാം ഓയിൽസ് നീഡ്സ് എല്ലാം എൻഷുർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ വഴിയാണ്. ഒരു റീജിയണൽ ട്രേഡ്, ഇപ്പൊ ബിംസ്റ്റെക് ആയിട്ട് നമുക്ക് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു മൾട്ടി അലൈൻമെന്റ്. ആര് പറഞ്ഞ പോലെ, ശശി തരൂർ പറഞ്ഞ പോലെ ഒരു മൾട്ടി അലൈൻമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, ദെൻ ഇനി വരുന്നത് ചലഞ്ചസിലേക്കാണ്. എന്താണ് ഇവിടെയുള്ള ചലഞ്ച്? ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ചൈനാസ് ഗ്രോയിങ് ഇൻഫ്ലുവൻസ്. പണവും പ്രതാപവും ഉപയോഗിച്ചുകൊണ്ട് ചൈന നടത്തുന്ന ഗ്രോയിങ് ഇൻഫ്ലുവൻസ്, ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് ആണെങ്കിലും സ്ട്രിങ് ഓഫ് പേൾസ് പോളിസി വഴിയാണെങ്കിലും ചൈന നടത്തുന്നത്. അതായത് ശ്രീലങ്ക എടുക്കാം. ശ്രീലങ്കയിലെ ഹംബൻ ടോട്ട പോർട്ട് എന്താ ചെയ്തത്? ചൈന പണം കൊടുത്തിട്ട് ഹംബൻ ടോട്ട പോർട്ട് നിങ്ങൾ പണിതോളാൻ പറഞ്ഞു. ഇവന്മാര് പണി ആരംഭിച്ചു. പക്ഷേ എന്ത് ചെയ്തു? ഇവന്മാർക്ക് എങ്ങനെ നോക്കിയിട്ടും ഹംബൻ ടോട്ട പോർട്ടിൽ നിന്ന് ഇത് പണിത കാശും ചൈനയ്ക്ക് അടയ്ക്കാനായിട്ടുള്ള പണവും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ചൈന പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളൊരു 99 വർഷത്തേക്ക് ഇത് ലീസിന് എടുത്തോളൂ. പക്ഷെ നമ്മളുടെ 1-2 കപ്പലുകളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിടും. കുഴപ്പമുണ്ടോ? പൈസ തിരിച്ചടയ്ക്കാനായിട്ടുള്ളത് കൊണ്ട് ശ്രീലങ്കക്കാരെന്ത് പറഞ്ഞു? അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചെറിയ വെള്ളവും അല്ലെങ്കിൽ 1-2 കൊതുമ്പ് വെള്ളമൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ ഈ ഒരു ചൈനയുടെ മോഡ് ഓഫ് ഓപ്പറാൻഡിയെ പറയുന്ന പേരാണ് ഡെപ്റ്റ് ഡിപ്ലോമസി. കടം കൊടുക്കും, കടം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും, അല്ലെങ്കിൽ ആ കൺട്രി മാറുകയും അവിടുത്തെ എക്കോണമിക് ആൻഡ് സ്ട്രാറ്റജിക് മേഖലയിൽ ചൈന കടന്നു കയറുകയും ചെയ്യും. ഓക്കെ ആണോ? സോ അങ്ങനെയുള്ള പോളിസീസ്, ദെൻ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ദെൻ സ്ട്രിങ് ഓഫ് പേൾസ് പോളിസീസ്, ലോകത്തിൽ മൊത്തം പോർട്ടുകൾ നിർമ്മിക്കുക എന്നുള്ളൊരു പോളിസിയാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പോർട്ടുകൾ നിർമ്മിക്കുക എന്നുള്ളൊരു പോളിസിയാണ് സ്ട്രിങ് ഓഫ് പേൾസ് പോളിസി എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ഇതെല്ലാം ചൈനയുടെ നടപടികളാണ്. ദെൻ നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇറാൻ നമ്മളുടെ തൊട്ടടുത്ത ഒരു അയൽ രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തിയൊന്നും പങ്കിടുന്നില്ല, അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്നില്ല, പക്ഷെ നമ്മളുടെ തൊട്ടടുത്ത ഒരു അയൽ രാജ്യമാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറം വരുന്ന കൺട്രി ഇറാനാണ്.
ഇറാനില് നമ്മൾ എന്ത് ബിൽഡ് ചെയ്തു? ചബഹർ എന്ന് പറയുന്ന ഒരു പോർട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. സോ അത് നമ്മളുടെ ഒരു റീജിയണൽ കണക്ടിവിറ്റിയുടെ എക്സാമ്പിൾ ആണ്. ദെൻ മ്യാൻമറിൽ നമ്മൾ എന്ത് ബിൽഡ് ചെയ്തു? കൺല പോർട്ട് ബിൽഡ് ചെയ്തു. ഓർക്കുന്നുണ്ടോ? ഒരു മൾട്ടി മോഡൽ പ്രൊജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺല പോർട്ട് ബിൽഡ് ചെയ്തിട്ട് നമ്മളൊരു സിത്വേ പോർട്ട്, അതായത് മ്യാൻമറിന്റെ താഴത്തെ സിത്വേ എന്ന് പറയുന്ന സ്ഥലത്ത് സിത്വേ പോർട്ട് നിർമ്മിക്കുകയും അവിടെ ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കലാദൻ മൾട്ടി മോഡൽ പ്രൊജക്ട്. കൺലയല്ല, കലാദൻ മൾട്ടി മോഡൽ പ്രൊജക്ട് എന്നാണ് ഇതിന്റെ പേര്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കലാദൻ മൾട്ടി മോഡൽ പ്രൊജക്ട്, ചബഹർ പോർട്ട്, ഇങ്ങനെയുള്ള പോർട്ടുകൾ നമ്മൾ ബിൽഡ് ചെയ്യുകയും അതുവഴി കണക്ടിവിറ്റീസ് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നു. ചൈന ബിൽഡ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനില് ചൈനയുടെ സഹായത്തോടുകൂടി ബിൽഡ് ചെയ്യുന്ന പോർട്ടുകളുണ്ട്. ഗദ്വാർ പോർട്ട് എന്ന് പറയാ. നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യണം ഗദ്വാർ പോർട്ട്. ഓക്കെ, ചൈന ബിൽഡ് ചെയ്യുന്ന, പാകിസ്ഥാനിൽ ചൈന ബിൽഡ് ചെയ്യുന്ന ഒരു പോർട്ടാണ് ചബഹർ പോർട്ട് പോലെ. ചൈന ബിൽഡ് ചെയ്യുന്ന, പാകിസ്ഥാനിൽ ബിൽഡ് ചെയ്യുന്ന പോർട്ടാണ് ഗദ്വാ പോർട്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കണക്ടിവിറ്റീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചൈനയുടെ ഒരു പ്രോബ്ലംസിനെ എതിർക്കുന്നത്. മേജർ പ്രോബ്ലംസ് ചൈനയാണ്. ദെൻ ഒരു റീജിയണൽ കോർപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കയെ നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അലിയായിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മൾട്ടി സെക്ടറിലേക്ക് നമ്മൾ തിരിയണം. സോ നമ്മുടെ നെയ്ബേഴ്സിനെ നമ്മൾ ഏറ്റവും അടുപ്പിച്ച് നിർത്തേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മ്യാൻമർ ആണെങ്കിലും, മ്യാൻമർ അല്ല, നമ്മളുടെ നേപ്പാൾ ആണെങ്കിലും ഭൂട്ടാൻ ആണെങ്കിലും ചൈനയോട് അടുക്കുന്ന ഒരു പ്രക്രിയ വരുന്നുണ്ട്. മാൽദീവ്സ് ആണെങ്കിലും ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി മാൽദീവ്സിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളൊരു ക്യാമ്പയിനിലൂടെയാണ് ഇപ്പോഴത്തെ മുഹമ്മദ് മൊയ്സു അധികാരത്തിലേക്ക് വന്നത്. അതിനുശേഷം ഇന്ത്യൻ മിലിറ്ററി അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറി. മനസ്സിലായോ? സോ പ്രോ ചൈനീസ് മിനിസ്റ്ററാണ് ഇപ്പോൾ കറന്റ് മാൽദീവ്സിലുള്ളത്. സോ ഇന്ത്യയുടെ നെയ്ബേഴ്സ് എല്ലാവരും പ്രോ ചൈനീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൺസേണുകളാണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്തു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ വീക്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ ആർട്ടിക്കിൾ? ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് കണ്ടന്റുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്തിന് വലിയ വെല്ലുവിളി ആവുകയും ചെയ്യും എന്ന ഒരു പ്രോബ്ലം അവിടെ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? സോ ഇന്ന് നമ്മളുടെ ഡിജിറ്റൽ സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് കട്ടി കൂടിയ ഒരു ആർട്ടിക്കിൾ ആണ്. നിങ്ങൾ പെട്ടെന്ന് വായിച്ചു കഴിയുമ്പോൾ ഇതെന്ത് തേങ്ങയാണ് ഇവിടെ ഇവർ പറയുന്നത് എന്നൊരു ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യമായിട്ട് പേപ്പറൊക്കെ വായിച്ച് ഒരു 1 month അല്ലെങ്കിൽ ഒരു 30 days ഒക്കെ ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ചില സംശയം വന്നേക്കാം. അങ്ങനെ സംശയിക്കൊന്നും വേണ്ട. ചെറിയൊരു ആർട്ടിക്കിൾ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇവിടെ നമ്മളുടെ ഡിജിറ്റൽ സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ഡിജിറ്റൽ പേഴ്സ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഡിജിറ്റൽ സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട്, പരമാധികാരവുമായി ബന്ധപ്പെട്ടുള്ള ചില പോയിന്റ് ഓഫ് വ്യൂസ് മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. എന്താണ്? 3 പോയിന്റ് ഓഫ് വ്യൂസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഒന്ന്, സോഴ്സ് കോഡുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ദെൻ ഡാറ്റ ഡിസ്ക്ലോഷർ, അതായത് ഗവൺമെന്റിന്റെ ഡാറ്റാസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം. മൂന്നാമത്തത് ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ 3 പ്രശ്നത്തെയുമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഒന്ന് സോഴ്സ് കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നം, 2 ഗവൺമെന്റ് ഡാറ്റ ഡിസ്ക്ലോഷറുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതായത് ഗവൺമെന്റിന്റെ ഡാറ്റ അൺഡിസ്ക്രിമിനേറ്ററി ആയിട്ട്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? UK കൊടുക്കണം എന്നുള്ള ഒരു കാര്യം. ദെൻ വേറെ എന്താണ്? വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നോക്കാം. എന്താണ് ഈ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഴ്സ് കോഡ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കോഡുകളെയാണ് സോഴ്സ് കോഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് കോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ChatGPT വർക്ക് ചെയ്യുമ്പോൾ, സോ സോഴ്സ് കോഡ് ഫോർമാറ്റിലായിരിക്കുമല്ലോ ടോട്ടലി ലാംഗ്വേജുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു ആപ്പ് റൺ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ
അനന്ത IAS അക്കാഡമിയുടെ ആപ്പ്, അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സോഴ്സ് കോഡ് ഉണ്ടാവുമല്ലോ. ദെൻ ഓരോ ആപ്പുകൾക്കും ഓരോ പ്രോഗ്രാമുകൾക്കും പ്രത്യേകമായിട്ടുള്ള സോഴ്സ് കോഡുകൾ ഉണ്ട്. ഓക്കെ, ഈ സോഴ്സ് കോഡുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ത്രെഡ്ഫുൾ കണ്ടന്റുകൾ അതിലുണ്ടോ ഇല്ലയോ എന്ന് ഗവൺമെന്റിന് മനസ്സിലാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചൈനയിൽ നിന്ന് ഒരു ആപ്പ് ഇന്ത്യയിൽ യൂസ് ചെയ്യുകയാണ്, ടിക്ടോക്ക് പോലെയുള്ള ആപ്പുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചൈനീസ് ആപ്പുകൾ. ഇത് ഇന്ത്യൻസിന്റെ ഡാറ്റാസിനും ഇന്ത്യയുടെ പ്രൈവസീസിനും തട്ടാകുന്നുണ്ടോ, ഇന്ത്യയുടെ ബാങ്കിങ് ഇൻഫോർമേഷൻസ് പിടിക്കുന്നുണ്ടോ, പിടിച്ച് വലിച്ചെടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, വലിച്ചെടുക്കുക മീൻസ് അത് അബ്സോർബ് ചെയ്തിട്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, ചൈനീസ് കമ്പനികൾക്ക് വിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ സോഴ്സ് കോഡുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം നമുക്ക്. ഓക്കെ, സോഴ്സ് കോഡ് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിട്ട് അത് നമ്മളുടെ ഇന്ത്യൻ ഏജൻസീസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ത്രെഡ്സും അതിന്റെ പ്രോബ്ലംസും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ സോഴ്സ് കോഡ് അഡ്വാൻസ്, അതായത് സോഴ്സ് കോഡുകൾ മുന്നേ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് എടുത്തു. അഡ്വാൻസ് പറഞ്ഞ എക്സ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് ഈ സോഴ്സ് കോഡുകൾ എന്ത് ചെയ്യേണ്ടതില്ല, ഡിസ്ക്ലോസ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നമ്മൾ എടുത്തു. പകരം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ അന്വേഷണം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ആ സോഴ്സ് കോഡുകൾ തടയേണ്ടതുള്ളൂ എന്നുള്ളൊരു ക്ലോസ് നമ്മൾ എന്തിൽ വെച്ചു, ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചു. ഓക്കെ, അത് ഇന്ത്യ മുന്നേ എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കാണ് എന്നാണ് ഇവിടെ വിമർശിക്കുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഇന്റർനാഷണൽ ഫോറംസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള നമ്മളുടെ നിലപാടുകളിലുള്ള ഒരു പിന്നോട്ട് പോക്കാണ് എന്നുള്ളതാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ഫസ്റ്റ് പൊസിഷനിൽ ആർഗ്യൂ ചെയ്യുന്നത്. US ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ US അവരുടെ നാഷണൽ ഇൻട്രസ്റ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സോഴ്സ് കോഡ് ഡിസ്ക്ലോഷർ എന്ത് ചെയ്തു, മാൻഡേറ്ററി ആയിട്ട് പല ഇന്റർനാഷണൽ എഗ്രിമെന്റുകളിലും പറയുന്നുണ്ട്. ഓക്കെ, സോ അഡ്വാൻസ് ആയിട്ട് സോഴ്സ് കോഡുകൾ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് ആരെടുത്തു, ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ നമ്മൾ എടുത്തു. സോ അങ്ങനെ ഒരു ക്ലോസ് അതിലുണ്ട്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഗവർണൻസ്, ഓപ്പൺ ഗവൺമെന്റ് ഡാറ്റ കൺസേൺസ്. അതായത് ഓപ്പൺ ഗവൺമെന്റ് ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഡാറ്റാസും, അത് ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഗവൺമെന്റുകൾ പല സോഫ്റ്റ്വെയറും ക്രിയേറ്റ് ചെയ്യുമല്ലോ, ഗവൺമെന്റ് ഒരു ആപ്പ് പുറത്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോ നമസ്തേ മോദി ആപ്പ് അല്ലെങ്കിൽ ക്ലീൻ ഗംഗയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ഗംഗ ആപ്പ്, അങ്ങനെ ഡിഫറെന്റ് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ബീം പോലെ UPI ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ബീം ആപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ പേ പോലെ ബീം ആപ്പ്, ഭാരത് പേ ഗവൺമെന്റിന്റെ ആണ് എനിക്കറിയില്ല, ബീം ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദെൻ ഗവൺമെന്റിന്റെ ഡാറ്റാസ് ഉണ്ട്. നോർമലി ഗവൺമെന്റുകൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ സോഴ്സ് ആയിട്ടായിരിക്കും നോർമലി എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ വേറൊരാൾക്ക് അത് എടുക്കുവാനായിട്ടും അതിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചേഞ്ചസുകൾ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് നോർമലി ഡിസ്ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യുന്ന ഡാറ്റാസ് ആയിരിക്കും എന്തുമായി ബന്ധപ്പെട്ട്, ആപ്പുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന ഒരു ഡാറ്റാസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ഡാറ്റ ആയിരിക്കും. ദെൻ വേറെ എന്തൊക്കെ ഡാറ്റാസ് പ്രൊഡ്യൂസ് ചെയ്യും, ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായി ബന്ധപ്പെട്ട് പല പല ഡാറ്റാസ് ഉണ്ടാവുമല്ലോ, ഗവൺമെന്റ് ഡാറ്റാസ് ഉണ്ടാവുമല്ലോ, അത് മേജർലി ഓപ്പൺ ഡാറ്റാസ് ആയിരിക്കും. പക്ഷേ അത് ആർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അൺഡിസ്ക്രിമിനേറ്ററി ബാക്കിയുള്ളവർക്ക്, നമ്മളുടെ ആരാണ്, UK ഇന്ത്യ UKയുടെ ട്രേഡ് അഗ്രിമെന്റ് ആണല്ലോ. സോ UK ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കണം എന്നൊരു ക്ലോസ് ഇവിടെ ഉണ്ട്. നോർമലി ഇത് എന്താണ്, ഇത് ഓപ്പൺ ഡാറ്റാസ് ആണ്, ആർക്കും യൂസ് ചെയ്യാം. പക്ഷേ ഇത് ലീഗലൈസ് ചെയ്യുകയാണ്, ആർക്ക് കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ട് UK കൊടുത്തോളണം. സോ അവർക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു, നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യൻ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഭാരത് ചാറ്റ്
ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഭാരത് ജി പി ടി എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഭാരതത്തിലെ പല പല ലാംഗ്വേജുകളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇത് ഒരു ഗവൺമെന്റിന്റെ ഡാറ്റയാണല്ലോ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. അത് അൺലിമിറ്റഡ് അല്ലെങ്കിൽ അൺഡിസ്ക്രിമിനേറ്റഡ്ലി ആർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും? യു കെയിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ യു കെ ഗവൺമെന്റിന് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദെൻ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ദെൻ അതിനെ മിമിക് ചെയ്യാനായിട്ടും പറ്റും. മനസ്സിലായോ? സോ അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? നോർമലി ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ ഡാറ്റ ആയിരിക്കാം എല്ലാ കാര്യങ്ങളും, ഓപ്പൺ സോഴ്സിലായിരിക്കാം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ലീഗലൈസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുക? ലീഗലൈസ് ചെയ്യുമ്പോൾ ഭാവിയിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ ഡിജിറ്റൽ ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിന്റെ ഇൻഫോർമേഷൻസും എല്ലാം നമ്മൾ ആർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്? യു കെക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥമാണ്. കറന്റ് സിറ്റുവേഷനിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, കാരണം എല്ലാ ഡാറ്റാസും ഓപ്പൺ ഡാറ്റയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് യു കെ എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജോ ഒരു ഡിസഡ്വാൻറ്റേജോ ഇല്ല. പക്ഷേ ഇത് ഒഫീഷ്യലി എഴുതി വെക്കുന്ന നിയമമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് ഇനി നമുക്ക് വരും കാലഘട്ടങ്ങളിൽ പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലോസ് മാറ്റാനായിട്ട് പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ഡാറ്റ പ്രൈവസി. ഡാറ്റ പ്രൈവസി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഡാറ്റാസ് ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നു. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ മെറ്റയാണല്ലോ, മെറ്റയുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഫേസ്ബുക്കിൽ നിങ്ങൾ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യും. നിങ്ങൾ ഗോവയിൽ പോയ ഒരു പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയ ഒരു പോസ്റ്റ് ഇടുന്നു. അതെവിടെയായിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്? മെറ്റയുടെ ഡിഫറെന്റ് സെർവറുകളിലായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ഇൻഫോർമേഷൻസ് മാത്രമല്ല, നമ്മളുടെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മളുടെ പ്രൈവറ്റ് ഡാറ്റാസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ്. മെറ്റയുടെ നമ്മൾ ഫോട്ടോസ് ഇടുന്നത് അതെവിടെയായിരിക്കും ഷെയർ ചെയ്യുന്നത്, സേവ് ചെയ്ത് വെക്കുന്നത്? മെറ്റയുടെ സർവേഴ്സിലായിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്. മെറ്റയുടെ സർവേഴ്സ് ഇന്ത്യയിലുണ്ടോ? സോ ഇത് ഇന്ത്യയിൽ തന്നെ സേവ് ചെയ്യണമോ അതോ പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഇന്ത്യയുടെ പുറത്ത് വേറെ എവിടെയെങ്കിലും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ പുറത്ത് യു എസ് എയിലാണ് നമ്മൾ ഈ ഡാറ്റാസ് എല്ലാം സെർവറുകളിലാണ്, യു എസ് എയിൽ ഇരിക്കുന്ന ഒരു സെർവറുകളിലാണ് സേവ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇത് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്റെ ഡാറ്റ വേറൊരാളെടുത്ത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ കേസ് കൊടുക്കാനായിട്ട് യു കെയിലേക്ക് പോകുമോ അല്ലെങ്കിൽ യു എസ് എയിലേക്ക് പോകുമോ? സോ അത് പോസിബിൾ അല്ല. സോ നമുക്ക് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ് നമ്മൾ 2023 ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വഴി ഇംപ്ലിമെന്റ് ചെയ്തത് ഇങ്ങനെയുള്ള ഡാറ്റ പ്രൈവസീസ്. ഡാറ്റയാണ് കറന്റ് ലോകത്തുള്ള ഏറ്റവും വില കൂടിയ അസറ്റ്. സ്വർണമോ നമ്മളുടെ ലാൻഡോ ഒന്നും അല്ല, ഡാറ്റയാണ്. ഡാറ്റ കൈകളിലുള്ളവരാണ് ലോകത്തെ ഭരിക്കുന്നത്. നമ്മളുടെ ഇലോൺ മസ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും മെറ്റ ആയി കഴിഞ്ഞാലും ഗൂഗിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ലോകത്തെ ഭരിക്കുന്നവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു കാര്യം ഡാറ്റയാണ് ഫ്യൂച്ചർ. സോ ഈ ഡാറ്റാസ് നമ്മളെ പ്രൈവസി കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അതുമായി ബന്ധപ്പെട്ട ചില കൺസേൺസും എവിടെയുണ്ട്? ഇന്ത്യ യു കെ റിലേഷനുകളിലുണ്ട്. ഓക്കെ ആണോ? ഡാറ്റ ഫ്ലോയും ഡാറ്റ ലോക്കലൈസേഷനും നമ്മളൊരു അൺഇൻറ്റൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലാണ്ട് ഡാറ്റ ഫ്ലോസ് ഒന്നും ഇനേബിൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താണ്? നമ്മളുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമ്മളുടെ നമുക്ക് ഇത്രത്തോളം ഡാറ്റ പ്രൈവസിയെ കുറിച്ചിട്ടൊന്നും ചിലപ്പോൾ നമുക്ക് ബോധവാന്മാരായിരിക്കണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളുടെ ഗവൺമെന്റ് സൈറ്റുകൾ ഒരു 5-6 വർഷം മുന്നേ വരെ ഹൈലി വൾണറബിൾ ആയിരുന്നു. നിങ്ങളുടെ കോളേജിന്റെയും നിങ്ങളുടെ സ്കൂളുകളുടെയൊക്കെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അടക്കമുള്ള ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു കുറച്ച് ഒരു 6-7 വർഷം മുമ്പ്. ഇവിടെ എന്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഈ നമ്മളുടെ ഈ വണ്ടിയുടെ നമ്പർ എം പരിവാഹൻ എന്ന് പറയുന്ന ഒരു
സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയാണ് വണ്ടി, അവരുടെ ഫോൺ നമ്പർ അടക്കം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സോ അതെല്ലാം മാറ്റി. സോ എന്റെ ഫോൺ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് കിട്ടിയാൽ മതി? എന്റെ വണ്ടിയുടെ നമ്പർ ജസ്റ്റ് ഒന്ന് ഗവൺമെന്റ് വെബ്സൈറ്റിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ ഹൈലി പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ഒരു കാലങ്ങളായിരുന്നു ഒരു 6-7 വർഷം മുന്നേ വരെ ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ ഹൈലി ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് വെബ്സൈറ്റുകൾ അടക്കം നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമ്മളുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ തീരുമാനം എടുക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ഡാറ്റ ലോക്കലൈസേഷനുമായി ബന്ധപ്പെട്ട്, ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈവറ്റ് ഡാറ്റാസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭോക്താവിന്റെ ഡാറ്റ ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്യണമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമോ, അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഡാറ്റ ലോക്കലൈസേഷൻ. സോ അൺലിമിറ്റഡ് ഡാറ്റ ഫ്ലോസ് നമ്മൾ ഒരു കൺട്രിയുമായിട്ട് എനേബിൾ ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. ഓക്കെ ആണോ? 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? സോഴ്സ് കോഡുമായി ബന്ധപ്പെട്ട കാര്യം. സോഴ്സ് കോഡിന് അഡ്വാൻസ് ആയിട്ട് സോഴ്സ് കോഡുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല, സോഴ്സ് കോഡ് വാങ്ങിക്കുന്നില്ല. അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ത്രെട്ടുകൾ ഒളിഞ്ഞിടപ്പുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ വാങ്ങിക്കുന്നില്ല എന്നൊരു ഡിസിഷൻ നമ്മൾ ഇവിടെ എടുത്തു. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഓപ്പൺ ഗവൺമെന്റ് ഡാറ്റാസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ആണ്. ഇപ്പോൾ കറന്റ് അതൊരു പ്രശ്നമായിട്ട് വരില്ലായിരിക്കാം, പക്ഷേ ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരും വർഷങ്ങളിൽ ഡിജിറ്റലൈസേഷൻ, നമ്മളുടെ ഇന്ത്യയാണ് ലോകത്തെ ഡിജിറ്റലൈസേഷന്റെ ഒരു നെടുംതൂണായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. സോ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ ഇത് ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത് ഡാറ്റ ലോക്കലൈസേഷൻ ആൻഡ് ഡാറ്റ ഫ്ലോയുമായി ബന്ധപ്പെട്ട, ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കൺസേണുകളാണ്. ഇങ്ങനെ 3 കൺസേണുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ.